നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരസ്പരം സ്തുതി കൊടുക്കാം. യേശുവും മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുവചനം. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ പോലുള്ള ശക്തമായൊരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർണവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. അവരുടെ കൈകൊണ്ട് ചിന്തി അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ, അവിടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും വരത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും വരത്തി പറയുക ഹല്ലേലൂയ. നമ്മളൊരു സിംഹാസനത്തിൽ നിന്നൊരു സ്വരം, അതാണ് ഹല്ലേലൂയ സ്വരം. മനസ്സിലായോ? ഇതാരൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടോ? അവരോട് എല്ലാവരോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ്. അതൊരു എഴുതി കാണിക്കലാണ്. ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ഒരു ഗോൾഡൻ ലെറ്ററിൽ കർത്താവ് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുകയാണ്. അത് എങ്ങനെയാണ് എഴുതി കാണിച്ചത്? താങ്ക്സ് ഗിവിങ്, കൃതജ്ഞത പ്രകാശനം, നന്ദി പറയൽ, നന്ദിയുള്ളവരായിരിക്കുക. ഇതിനെപ്പറ്റി ഈ സമൂഹത്തോട് പ്രസംഗിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അവതരിച്ച വചനത്തിൻ്റെ അമ്മയോട് ചേർന്ന് നമ്മൾ വചനം കേൾക്കുകയാണ്. വചനം മാംസം ധരിച്ചതാണ് യേശു എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടുന്ന് പറയുന്ന കാര്യം ഒരു മഹാസന്ദേശമാണ് അച്ഛൻ പറയുന്നത്. ഈ സന്ദേശമാണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണിത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഞാനിവിടെ ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് കടലുണ്ടിയിൽ ആരംഭിച്ച 3 വർഷം, ഇവിടുത്തെ ഇപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം അത് മറ്റോ ആണ് ഇതേ വിഷയം തന്നെ എടുത്തുകൊണ്ടിരിക്കുക. 3ാമത്തെ പ്രാവശ്യം മറ്റാണ് ഇതേ വിഷയം കർത്താവ് എന്നോട് ഇവിടെ സംസാരിക്കാനായിട്ട് പറയുക. ഏത് വിഷയം? സ്തുതിപ്പിൻ്റെ പ്രാധാന്യം, കൃതജ്ഞതയുടെ പ്രാധാന്യം, നന്ദിയുടെ പ്രാധാന്യം. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കണ്ടോ, സ്വർഗത്തിൽ ഒരു വിജയഗീതം. സ്വർഗത്തിലെ വിജയഗീതം എന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിങ് വെളിപാട് പുസ്തകം 19-ാം അധ്യായം. അത് നമ്മുടെ യോഹന്നാൻ സ്ലീഹ, യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ സ്ലീഹ. അദ്ദേഹത്തിനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. ആ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വർഗം ദർശനത്തിൽ കാണുകയാണ്. സ്വർഗത്തിൽ എന്താ സംഭവിക്കണേന്ന് അദ്ദേഹത്തിന് ദർശനത്തിൽ കാണുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗത്തിൽ സംഭവിക്കുന്നതൊക്കെ അദ്ദേഹം ഒരു പേനയെടുത്ത് കടലാസെടുത്ത് അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. അപ്പോൾ അദ്ദേഹം കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുക. അതാണ് നമ്മളിപ്പോൾ വായിക്കുക. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഇതിനു ശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേത് പോലുള്ള ശക്തമായൊരു സ്വരം ഞാൻ കേട്ടു. എന്ത് സ്വരാണത്? ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. ഒരു തോന്നി ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ ഈ ഹല്ലേലൂയ സ്വരം, സ്വർഗത്തിലെ സ്വരമാണ് ഹല്ലേലൂയ. ഒരു തോന്നി ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്വർഗത്തിലെ സ്വരമാണ് എന്ത്? ഹല്ലേലൂയ സ്വരം. സ്വർഗത്തിലെ ആ സ്വരം, സ്വർഗത്തിലാണ് ഈ സ്വരം. ഇപ്പം നമ്മൾ മരിച്ച് സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട വാക്ക് ഏതാണ്? ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്? ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അപ്പോൾ സ്വർഗത്തിലെ വലിയൊരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ പ്രാർത്ഥന. നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ഏതൊക്കെയാണ്? കരുണക്കൊന്തിയോ, കുരിശിൻ്റെ വഴി പ്രാർത്ഥനയോ, പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയോ, അങ്ങനെ നമ്മളിപ്പോൾ എന്തൊക്കെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഒരുപാട് പുസ്തകങ്ങൾ, പ്രാർത്ഥനക്കാരൻ എന്നു പേരുള്ള നമ്മളിൽ പലർക്കും ഒത്തിരിയേറെ പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ടാവും അല്ലേ? ഈ പുസ്തകങ്ങളൊക്കെ അവസാനിക്കും. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോൾ? നമ്മൾ മരിച്ച് സ്വർഗത്തിലെത്തുമ്പോൾ. സ്വർഗത്തിൽ നമ്മൾ ഒരേ ഒരു പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്. ആ പ്രാർത്ഥനയുടെ പേരാണ്
ഹല്ലേലൂയ പ്രാർത്ഥന. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അത് സ്വർഗത്തിൻ്റെ ഒരു സ്വരമാണ്, സ്വർഗത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അത് ഒരു സ്വർഗത്തിൻ്റെ ഒരു രഹസ്യം കൂടിയാണ്. അതുകൊണ്ടല്ലേ ദയവായിച്ചില്ലേ, അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. എങ്ങനെയാണ് ആരാധിച്ചത്? സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ചെയ്തു? സാഷ്ടാംഗം പ്രണമിച്ച ആ വാക്ക് മനസ്സിലിരിക്കട്ടെ കേട്ടോ. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവർ സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, സിംഹാസനത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. ഇതാണ് സ്വരം. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു. അല്ലേ ഹല്ലേലൂയ. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ സിംഹാസനം എന്നൊരു സ്വരം, വെളിപാട് പുസ്തകമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം. സ്വർഗത്തിൽ അദ്ദേഹം കാണുന്ന ദർശനങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോഴും സ്വർഗത്തിലെ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തി, അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോഴും സ്വർഗത്തിൽ ഇങ്ങനെ തന്നെയാണ്. സിംഹാസനം എന്നൊരു സ്വരം കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരും നിങ്ങളെല്ലാവരും, പിന്നെ ആർക്കും എക്സെപ്ഷൻ ഇല്ല കേട്ടോ, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെ പെരുവെള്ളത്തിൻ്റെ, അപ്പം ഇങ്ങനെ വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം പോലെ പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെ വരാൻ കാരണം എന്താ? കോടാനുകൂടി മാലാഖമാർ, കോടാനുകൂടി വിശുദ്ധർ സ്വർഗത്തിലുണ്ട്. അവരെല്ലാവരും കൂടി ഹല്ലേലൂയ 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 എന്ന് സ്തുതിക്കുമ്പോൾ എന്തുമാത്രം സ്വരമായിരിക്കില്ലേ? പിന്നെ അവർ പതുക്കിയല്ല സ്തുതിക്കണേ, ഉച്ചത്തിലാണ് സ്തുതിക്കണേ. ഇപ്പോൾ നമ്മൾ സ്തുതിച്ച പോലെ പതുക്കിയല്ല അവർ സ്തുതിക്കുക, അവർ ഉച്ചത്തിലാണ് ദൈവത്തെ സ്തുതിക്കുക. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലൊരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഈ സ്വർഗത്തിൻ്റെ സ്വരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. എന്താ സ്വർഗത്തിൻ്റെ സ്വരം? ഹല്ലേലൂയ. മനസ്സിലായോ? ഇത് സ്വർഗത്തിൻ്റെ സ്വരമാണ്, ഇത് സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ്, ഇത് സ്വർഗത്തിൻ്റെ രഹസ്യമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർക്കാണ്, ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ പറയുന്ന കുറച്ച് നാൾ ഇവിടെ ശുശ്രൂഷ ചെയ്യാനുണ്ടായിരുന്നു. ഒത്തിരിയേറെ വരദാനങ്ങളുള്ളൊരു സിസ്റ്ററാണ്. അപ്പോൾ ആ സിസ്റ്റർ പിന്നീട് വിദേശത്തേക്ക് പോയി. അപ്പോൾ വിദേശത്തെ മിഷണറി ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ സിസ്റ്റർ പോകുന്നതിന് മുമ്പ്, അച്ഛാ ഇനി ഞാൻ പോവുകയാണ്, ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ തമ്മിൽ കാണുക എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഈ സെൻറ്റർ തുടങ്ങിയിട്ട് 1 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഈ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു സന്ദേശം ഞാൻ അച്ഛനെ ഒന്ന് അറിയിക്കുകയാണ്. ഈ സെൻറ്ററിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്, കണ്ടോ ആ വാക്കാണ് സിസ്റ്റർ ഉപയോഗിച്ചത്. ഈ സെൻറ്ററിൻ്റെ വിജയ രഹസ്യം എന്ന് പറയുന്നത്, അത് ഏറ്റവും വലിയ രഹസ്യം ഈ സെൻറ്ററിലെ സ്തുതിപ്പാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. തോബിയത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം തിരുവചനത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ദൂതൻ 2 പേരെയും, ആരീ 2 പേര്? തോബിത്തും മകൻ തോബിയാസും. ഇവർ 2 പേരെയും വിളിക്കുകയാണ്. ആര്? റാഫേൽ മാലാഖ. ആ ദൈവദൂതൻ ഈ 2 പേരെയും രഹസ്യമായിട്ട് വിളിച്ചിട്ട് അവർ രഹസ്യം പറയുകയാണ്. രഹസ്യമായി വിളിച്ചുകൊണ്ട് രഹസ്യം പറയുകയാണ്. എന്താണ് രഹസ്യം പറഞ്ഞത്? ശ്രദ്ധിച്ച് കേട്ടോട്ടോ, സ്വർഗത്തിൻ്റെ രഹസ്യമാണ്. ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത സകല നന്മകളെ പ്രതി സകല ജീവികളുടെ മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. കണ്ടോ, വീണ്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ ആരും അമാന്തം കാണിക്കരുത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കാതെ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കില്ല. ഇത് വീട്ടിൽ കാണുന്നവരും ശ്രദ്ധിക്കുക. നീ വായ തുറക്കാതെ ദൈവത്തിൻ്റെ ഇടപെടൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം അച്ഛൻ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാം. അതായത് എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചൊരു സംഭവം, ഈ ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ചൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. 1.5 മാസമായിട്ടുണ്ടാവും. ഇവിടുത്തെ താമസമുള്ള ധ്യാനം നടക്കുകയാണ്. ഇവിടുത്തെ താമസമുള്ള ധ്യാനം നടക്കുന്ന സമയത്ത് അച്ഛൻ ഈ സ്തുതിപ്പിൻ്റെ ക്ലാസ് എടുക്കുകയാണ്. സ്തുതിപ്പിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നൊരു സന്ദേശം ഞാനിങ്ങനെ വിളിച്ചു പറയുകയാണ്.
ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. എന്നാൽ ആ വ്യക്തി ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന, ആ കുർബാനയിലെ പ്രാർത്ഥനകൾ വാ തുറന്ന് ആമേൻ അങ്ങനെ പറയുമോ? ഇല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധ കുർബാനയിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിയിടുന്നേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ? സുവിശേഷ ഗീതം. അല്ലെങ്കിൽ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, അല്ലെങ്കിൽ കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ. മറ്റ് പ്രാർത്ഥനകൾ, ഇഷ്ടംപോലെ പ്രാർത്ഥനകളുണ്ടല്ലോ കുർബാനയിൽ. നമ്മൾ സർവാധിപനാം ശബ്ദമുയർത്തി പാട്ടുകൾ, ഇതിങ്ങനെ ഒന്നും തന്നെ ഈ സഹോദരൻ, ഈ വ്യക്തി ചൊല്ലില്ല. എന്നാൽ ഒരു ദിവസം പോലും കുർബാനയ്ക്ക് മുടങ്ങില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കും, മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കും. എന്നാൽ ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ വായ കൊണ്ട് അദ്ദേഹം ചൊല്ലില്ല. അങ്ങനെ ഒരാൾ ഈ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു അടയാളം പറഞ്ഞുതരാം. ആ വ്യക്തിയുടെ അടയാളം ഇതാണ്. ആ വ്യക്തി വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനൊരു കോടതി കേസുണ്ട്. ആ വ്യക്തിക്ക് വർഷങ്ങളായിട്ടൊരു കോടതി കേസുള്ള ഒരാളാണ്. ആ വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി ഇത് കഴിയുമ്പോൾ അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞു. ഈ ക്ലാസ് കഴിയുമ്പോൾ എന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്നേഹമുള്ളവർ മനസ്സിലാക്കുക, എന്താണ് വിശുദ്ധ കുർബാന? നമ്മൾ സിറോമലബാർ സഭ നമ്മുടെ പൗരസ്ത്യ രീതിയിൽ നമ്മൾ പറയും അതിനെ കുർബാന, അല്ലേ? കുർബാന എന്ന് പറയുക. കുർബാന എന്നാണ് ആ ശുശ്രൂഷയെ വിളിക്കുന്ന പേരാണ് കുർബാന. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുർബാന സമർപ്പണം എന്നാണ് കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ലാറ്റിൻ റീത്തിൽ അവരെന്താ വിളിക്കുക? ഈ ഒരു ശുശ്രൂഷയെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ കുർബാന എന്ന് വിളിക്കുമ്പോൾ അവർ വിളിക്കുക യൂക്രിസ്റ്റ് എന്നാണ് വിളിക്കുക. യൂക്രിസ്റ്റ് അല്ലെങ്കിൽ ഹോളി മാസ് എന്നൊക്കെ പറയും. യൂക്രിസ്റ്റ്, അല്ലേ? വലിയ തുടങ്ങി ഹല്ലേലൂയ. എന്താണ് യൂക്രിസ്റ്റ് എന്ന് വെച്ചാൽ? എന്താണ് അതിൻ്റെ അർത്ഥം? യൂക്രിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യൂക്രിസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? താങ്ക്സ് ഗിവിങ്, കൃതജ്ഞതാ പ്രകാശനം. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. താങ്ക്സ് ഗിവിങ്, കൃതജ്ഞതാ പ്രകാശനം. അപ്പം നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. കണ്ടോ? നന്ദി പറയാണ് നമ്മൾ. അപ്പം നന്ദിയുടെ ഒരു വലിയൊരു ശുശ്രൂഷയാണ്, പ്രാർത്ഥനയാണ് ഈ വിശുദ്ധ കുർബാന, യൂക്രിസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നിട്ട് ഒരു വാക്ക് നന്ദിയോ പ്രാർത്ഥനയോ അതിലത്തെ പ്രാർത്ഥനകളൊന്നും തന്നെ ചൊല്ലാതെ പോകുന്ന ഒത്തിരി മക്കൾ ഒരു പക്ഷേ ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ ഈ സംഭവം. ഈ സഹോദരൻ ഇങ്ങനൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ സംഗീതത്തിൽ ചെന്നപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്നെ കാണാൻ അപ്പം തന്നെ സംഗീതത്തിലേക്ക് വന്നു. ഭാര്യയെ ഭർത്താവിനെ ഇങ്ങനെ പിടിച്ചു വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആ ഭാര്യ പറഞ്ഞു, അച്ഛൻ ഇപ്പം തന്നെ പറഞ്ഞില്ലേ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, എന്നാൽ ഒരു വാക്ക് പോലും മിണ്ടാതെ അവിടെ ഇങ്ങനെ പിന്നിൽ പോയി ഇങ്ങനെ ഇരിക്കും, ആ കസേരയിൽ പോയി ഇങ്ങനെ ബെഞ്ചുമ്പോൾ പോയിരിക്കും. ആ വ്യക്തി എൻ്റെ ഈ നിൽക്കുന്ന ഭർത്താവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാണോ ചേട്ടാ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ടോ? ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, ഒരു ദിവസം പോലും ഞാൻ മുടങ്ങില്ല, എന്നും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കും, എന്നാൽ ഒരു വാക്ക് പോലും ഞാൻ സംസാരിക്കില്ല, ആ പിന്നിലെ ആ ബെഞ്ചുമ്പോൾ പോയിരിക്കും. അവസാനത്തെ വിശദീകരണത്തിൻ്റെ വെല്ലുവിളിമേ സ്വസ്തി എന്നൊക്കെ ആകുമ്പോൾ എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോരും. ഇത്രയേ ഉള്ളൂ. വലിയ തുടങ്ങി ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോടതി കേസ് ഉണ്ടോ? കോടതി കേസ്? അവർ പറഞ്ഞു, കോടതി കേസുണ്ട്. അപ്പോൾ എത്ര കാലമായി കോടതി കേസ്? 6 വർഷമായിട്ടുള്ള കോടതി കേസാന്ന് പറഞ്ഞു. 6 വർഷമായി കോടതി കേസാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് കേസ്? എന്തിൻ്റെ പേരിലുള്ള കേസാണ്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ അതൊരു പോക്സോ കേസാണ്. കണ്ടോ? പോക്സോ കേസ്, കൊച്ചുകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിക്കുക. ജാമ്യമില്ലാത്ത കേസ്. 6 വർഷമായി പോക്സോ കേസ്. നല്ല അഭിമാനിക്കാവുന്ന ഒരു കേസാണോ? അത്രമാത്രം നാണക്കേടും മാനക്കേടും അങ്ങനെ നാട് മൊത്തം അറിഞ്ഞ് അതുപോലെ അപമാനത്തിലൂടെ കടന്നുപോയൊരു സഹോദരൻ. അദ്ദേഹം അത് പറയുമ്പോഴേക്കും എൻ്റെ അച്ഛ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ, ഞാൻ ആ കൊച്ചിനെ ഒന്നും ദുരുപയോഗിച്ചിട്ടില്ല അച്ഛ, ആ കൊച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ഞാൻ കണ്ടോ ചേട്ടൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, എൻ്റെ ചേട്ടൻ പോക്സോ കേസ്, ഈ ചേട്ടൻ ആ കൊച്ചിനെ ദുരുപയോഗിച്ചോ ഇല്ലയോ, അതൊന്നല്ല അച്ഛൻ ചോദിച്ചത്, അതൊന്നല്ല കർത്താവും ചോദിച്ചത്. കർത്താവ് ഇപ്പോൾ പറഞ്ഞത് ഇതാണ്, ഇത് ആരംഭിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ആ പോക്സോ കേസ് അവസാനിച്ചിട്ടില്ല. ഈ വൃത്തികെട്ട കേസുമായിട്ട് ചേട്ടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ ഈ കേസൊക്കെ എന്നേ അവസാനിക്കേണ്ടതായിരുന്നു, എന്നേ ആ കേസൊക്കെ തള്ളിപ്പോണ്ടതായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ ചേട്ടൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുമ്പോൾ ആ കുർബാനയിലൊന്ന് വാ തുറന്ന് ഒരു ഹല്ലേലൂയ, ഒരു പ്രൈസ് ദി ലോർഡ്,
അല്ലെങ്കിൽ ആമേൻ, അല്ലെങ്കിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അല്ലെങ്കിൽ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ, കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ യാചിക്കുന്നു, കർത്താവ് കുർബാന സ്വീകരിക്കണമേ, എന്തെല്ലാം അതിൽ ഓശാന പാട്ട്, അല്ലെങ്കിൽ എത്രയോ പാട്ടുകളുണ്ടാവും കുർബാന ഗീതത്തിൽ, കുർബാന എന്ന തിരുക്കർമ്മത്തിൽ. അതിലെ പാട്ടുകളോ അതിലെ പ്രാർത്ഥനകളോ ഒന്ന് വായ തുറന്ന് ചൊല്ലിയിരുന്നെങ്കിൽ എന്നേ ചേട്ടൻ്റെ ഈ കേസ് അവസാനിക്കുമായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട് അങ്ങനെ. മനസ്സിലായോ? അപ്പോൾ ചിലരുടെ വിചാരം ഇവിടെ വെറുതെ ഇങ്ങനെ വന്ന് കുന്ന പിഴിഞ്ഞ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുന്നതാണ്. കിട്ടില്ല കേട്ടോ. ഒത്തിരി പേരുടെ അനുഭവത്തിൽ നിന്ന് അച്ഛൻ പറയുന്നതാണ്. സ്വർഗത്തിൽ പോലെ അതാണ് ഈ തോബീത്തിൻ്റെ പുസ്തകത്തിൽ റാഫേൽ മാലാഖ രഹസ്യം പറയുകയാണ്. ആ രഹസ്യം ഇതാണ്. രണ്ടുപേരെയും വിളിച്ചിട്ട് പറയുകയാണ്, ദൈവസന്നിധി നിൽക്കുന്നത് കണ്ടോ, ഞാൻ റാഫേൽ മാലാഖയാണ്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധി പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ. കണ്ടോ, റാഫേൽ മാലാഖ, ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന റാഫേൽ മാലാഖ ഈ ഭൂമിയിലേക്ക് തോബിത്തിനെയും സോബിയാസിനെയും സഹായിക്കാനായിട്ട് വന്നപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ദൗത്യ നിർവഹണത്തിന് ശേഷം അദ്ദേഹം വീണ്ടും സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ദൂതൻ രണ്ടുപേരെയും രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാട്ടോ, ഇതുപോലെ ചെയ്തോ, ഒത്തിരിയേറെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ രഹസ്യം ഇതാണ്, നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തോളോട്ടോ. അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്ന ഉചിതമാണ്. അവിടത്തേക്ക് നന്ദി പറയാൻ നിങ്ങളാരും ഒരിക്കലും എന്ത് കാണിക്കരുത്, അമാന്തം കാണിക്കരുത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണോ, നമ്മുടെ ഈ പോക്സോ കേസും എല്ലാ കേസുകളൊക്കെ എന്നേ തള്ളിപ്പോണ്ടതാണ്. നമ്മുടെ കേസും കൂട്ടവും തർക്കവും ബഹളവും രോഗവും കുറേ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോണ്ടതാണ്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലതും മാറിപ്പോകാത്തതിൻ്റെ കാരണം നമ്മൾ ദൈവത്തെ വേണ്ട വിധം സ്തുതിക്കുന്നില്ല, ദൈവത്തെ ശരിക്കും ആരാധിക്കുന്നില്ല, മഹത്വപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ 50-ാം സങ്കീർത്തനം 14-ാം തിരുവചനം ശ്രദ്ധിച്ച് കേട്ടോ. സങ്കീർത്തനം 50:14 കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കണ്ടോ, കൃതജ്ഞതയായിരിക്കട്ടെ എന്ന് വലത് ഉയർത്തി പറഞ്ഞേ, കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ഹല്ലേലൂയ. വീണ്ടും 50-ാം സങ്കീർത്തനം 23-ാം തിരുവചനം വലത് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, ഇപ്പം എന്താണ് വിശുദ്ധ ബലി? ബലി എന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കണം, വാ തുറക്കണം, മിണ്ടാം, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഈ ചേട്ടൻ ഇങ്ങനെയാണ്, കുർബാനയ്ക്ക് പോയി ആ പിന്നിലത്തെ കസേരയിൽ അല്ലെങ്കിൽ ബെഞ്ചിൽ വന്ന് ഇപ്പം നിങ്ങൾ ചിലരൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെയാണ് കുന്ത വഴുകിയ പോലെ. മനസ്സിലായി? ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ടും കാര്യമില്ല. എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടണമെങ്കിൽ വാ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രയോ വചനങ്ങളിലൂടെ ദൈവം അത് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണെന്നറിയോ? പ്രഭാഷകൻ്റെ പുസ്തകം 43-ാം അധ്യായം 30-ാം തിരുവചനം, പ്രഭാഷകൻ 43:30 എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിലുപരിയാണ്. സർവശക്തിയോടുകൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, എല്ലാ കഴിവും ഉപയോഗിച്ചിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. എല്ലാ കഴിവും ഉപയോഗിക്കണം കേട്ടോ. ഇതൊരു രഹസ്യമാണ്, നമ്മുടെ സെൻറ്ററിൻ്റെ വലിയൊരു രഹസ്യമാണിത് കേട്ടോ. കുറേ പേർക്ക് ഇത് അറിയില്ല ഇപ്പോഴും. നമ്മുടെ സെൻറ്ററിൻ്റെ വലിയ രഹസ്യമാണിത്. അതുകൊണ്ടാണ് ഈ സെൻറ്ററിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ ജനുവരി മാസത്തെ സാക്ഷ്യപത്രമാണ്. അത് നിങ്ങൾക്ക് കിട്ടും, കിട്ടാത്തവർക്കൊക്കെ. അതിൽ ഏത് സാക്ഷ്യം വേണമെങ്കിൽ വായിച്ചോ. ഇതെല്ലാം ഈ അത്ഭുതങ്ങൾ എല്ലാം അച്ഛൻ വിളിച്ചു പറഞ്ഞു ഉണ്ടോ. എപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു? പറഞ്ഞു കേൾപ്പിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ആഗ്നസ് എന്ന മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ദൈവശബ്ദം എൽറുഹ ബൈബിൾ കൺവെൻഷൻ കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ വർഷം നടന്ന കൺവെൻഷനാണ് തൃശ്ശൂർ. എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഗൾഫിൽ നഴ്സായി ജോലി ചെയ്യുന്ന മകള് പല ഡോക്ടർമാരെയും കണ്ടു, എങ്കിലും യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. 2 തവണ പ്രഗ്നൻ്റ് ആയെങ്കിലും അബോർഷനായിപ്പോയി. 2023 നവംബർ മാസം എൻ്റെ മകൾ നാട്ടിലേക്ക് വന്നു കണ്ടോ. നാട്ടിലേക്ക് എത്തിയപ്പോൾ എന്താണ് നവംബർ മാസത്തിൻ്റെ പ്രത്യേകത? ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ അവിടെ ഈ ദൈവശബ്ദം നടക്കുകയാണ്. നവംബർ മാസം തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് നടന്ന
ദൈവശബ്ദം എൽറുഹ ബൈബിൾ കൺവെൻഷനിൽ ഞായറാഴ്ച ദിവസം ഞാൻ പങ്കെടുത്തപ്പോൾ ആരാധനയുടെ സമയത്ത് ആ വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഏത് സമയത്ത് വിളിച്ചു പറഞ്ഞത്? ആരാധനയുടെ സമയത്ത്, സ്തുതിപ്പിൻ്റെ സമയത്ത് റാഫലച്ചൻ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആഗ്നസ് എന്ന മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന്. എൻ്റെ മകളുടെ പേര് ആഗ്നസ് എന്നാണ്. ഈ സന്ദേശം കേട്ട ഉടനെ അത് എൻ്റെ മകൾ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. 2024 ജനുവരി മാസം എൻ്റെ മകൾ പ്രഗ്നൻ്റായി. ഓഗസ്റ്റ് 30 ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ നൽകി കർത്താവ് എൻ്റെ മകളെ അനുഗ്രഹിച്ചു. കൂടാതെ ഗൾഫിൽ നിന്ന് കാനഡയിലേക്ക് ജോലിക്കായി പോയ എൻ്റെ മരുമകന് ജോലി കിട്ടാൻ വലിയ തടസ്സമുണ്ടായിരുന്നു. ജോലി കിട്ടിയ ദശാംശം നൽകി പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ച് പ്രവചനത്തിൻ്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ നല്ല ജോലി നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന യേശുവിന് 1000 നന്ദി. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ആരാധനാ സമയത്ത് അങ്ങനൊരു സമയം നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടോ? അങ്ങനെയൊരു സമയം നമ്മുടെ സമൂഹ ജീവിതത്തിലുണ്ടോ? അങ്ങനെയൊരു സമയം, ആരാധനാ സമയം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭാര്യയും ഭർത്താക്കന്മാരും കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ആലോചിച്ച് നോക്കുക. എൻ്റെ വീട്ടിലിങ്ങനെ അങ്ങനെ ആരാധിക്കുന്ന സമയമുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നൊരു സമയം. കുടുംബ പ്രാർത്ഥനയുടെ സമയം അതൊക്കെ ഓക്കെ. ആരാധിക്കുന്നൊരു സമയമുണ്ടോ? നീ നിൻ്റെ ഭർത്താവും ഭാര്യയും മക്കളും നീ നിൻ്റെ ജീവിത പങ്കാളി എല്ലാവരും ഒരുമിച്ചിരുന്ന്, അപ്പനും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഹല്ലേലൂയ 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 പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയം നിൻ്റെ ജീവിതത്തിലുണ്ടോ? നീ ഒറ്റയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നൊരു സമയമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഒരു ശുശ്രൂഷകനാണോ? നീ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണോ? മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയാണോ? പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ലീഡറാണോ? നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ആരാധനയുടെ സമയമുണ്ടോ? ആരാധനയുടെ സമയം. ഇനി നീ ഒരു വൈദികനാണോ? വൈദികനാണെങ്കിൽ നിൻ്റെ പള്ളിയിലെ ഇടവക ജനത്തെ കൊണ്ട് ആരാധിപ്പിക്കാറുണ്ടോ? ഇനി നീ ഒരു ധ്യാനകേന്ദ്രം നയിക്കുന്ന ആളാണോ? ധ്യാനകേന്ദ്രൻ്റെ ഡയറക്ടറാണോ? ആ ധ്യാനകേന്ദ്രത്തിൽ ആരാധനയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്തുതിക്കാറുണ്ടോ? ദൈവത്തെ മഹത്വം കൊടുക്കാൻ, ദൈവത്തിനെ ആരാധിക്കാൻ എത്ര സമയം മാറ്റി വയ്ക്കാറുണ്ട്? ആരാധനയുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങളുണ്ടാവും. ആരാധനയില്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല. വലിയ തുടങ്ങി ഹല്ലേലൂയ. മനസ്സിലായോ? അടുത്തത്, സർജറി കഴിഞ്ഞിട്ട് മുറിവുണങ്ങാത്ത ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കിങ്ങിണി എന്ന വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നു. അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ നൊവേനയും. 2024 മാർച്ച് 26-ാം തീയതിയായിരുന്നു എൻ്റെ ഡെലിവറി. സിസേറിയൻ ആയിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മാർച്ച് 31 ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലിലൂടെ ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുമായി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ആദ്യം ബ്ലീഡിങ് ആയിരിക്കും എന്ന് ഞാൻ കരുതി. വീണ്ടും 6 മണിക്ക് എഴുന്നേറ്റപ്പോൾ എൻ്റെ വസ്ത്രവും കിടന്ന ബെഡ്ഷീറ്റും നനഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു. എവിടെ നിന്നാണ് വെള്ളം വരുന്നത് നോക്കിയപ്പോൾ എൻ്റെ വയറ്റിലെ സ്റ്റിച്ചിൻ്റെ വലത്തെ വശത്തൊരു ദ്വാരമുള്ളതായി കണ്ടു. പൈപ്പിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളിയായി വരുന്നത് പോലെ ആ ദ്വാരത്തിലൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു. കണ്ടോ, ചിലയോ സ്റ്റിച്ചിട്ടിട്ടേ പ്രസവം കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞ് എല്ലാം സ്റ്റിച്ചൊക്കെ ഇട്ട് വീട്ടിൽ വന്നിട്ടുള്ള അങ്കായി കാണണേ. വീട്ടിൽ ചെന്നപ്പോൾ ഈ സ്റ്റിച്ചിട്ട ആ അവിടെ ഒരു ദ്വാരം ശരിക്കും സ്റ്റിച്ചിട്ടായിട്ട് ഇട്ടുണ്ടായിരിക്കില്ല, എന്താ പറ്റിയെന്നറിയില്ല. അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഞ്ഞി വെച്ച് നോക്കിയപ്പോൾ മഞ്ഞ നിറത്തിലൊരു ദ്രാവകമായിരുന്നു, വല്ലാത്ത ദുർഗന്ധമായിരുന്നു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പഴുപ്പ് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കുകയും 2 ഇഞ്ച് നീളത്തിൽ പഞ്ഞി വെച്ച് കെട്ടിയിട്ട് നന്നായി റെസ്റ്റ് എടുക്കാൻ പറയുകയും 1 ദിവസം കഴിഞ്ഞിട്ട് കെട്ട് കഴിച്ച് നോക്കാൻ പറയുകയും ചെയ്തു. 1 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കെട്ടഴിച്ച് നോക്കിയപ്പോൾ ഇടത്തേ വശത്തും സ്റ്റിച്ചിൻ്റെ മുകളിലും ദ്വാരങ്ങൾ കാണുകയും അവിടെ നിന്നും വെള്ളം വരാൻ തുടങ്ങുകയും ചെയ്തു. കണ്ടോ, കൂടാതെ സ്റ്റിച്ചെല്ലാം വെള്ളം വന്ന് വീർത്ത് ചുവന്ന് തടിച്ച് പൊട്ടിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. 3 വർഷത്തിന് ശേഷം എനിക്കുണ്ടായ കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ചൊവ്വാഴ്ചയായിരുന്നു. എൻ്റെ അമ്മ മുടങ്ങാതെ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാറുള്ള വ്യക്തിയാണ്. എന്നോട് അമ്മ പറഞ്ഞു, പേടിക്കേണ്ട, ഇന്ന് നമുക്ക് അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാം, ഈശോ നമ്മെ തൊടാതെ പോവില്ല. കണ്ടോ, അമ്മയുടെ ഒരു വിശ്വാസം. ഞങ്ങൾ വൈകിട്ട് 7:30 ആവാൻ കാത്തിരുന്നു. വീട്ടിലെല്ലാവരും മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കിടന്നുകൊണ്ടാണ് ശുശ്രൂഷയിൽ പങ്കെടുത്തത്. ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് ശബ്ദം കേൾക്കാമായിരുന്നു. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആരാധന കണ്ടോ, വാക്ക് കണ്ടോ, ഏത് സമയത്? ആരാധനയുടെ സമയം. കണ്ടോ,
ആരാധനയുടെ സമയത്ത് ഇങ്ങനൊരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അതാണ് കർത്താവ് നമ്മൾ ചോദിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നൊരു സമയമുണ്ടോ? ആരാധനയുടെ സമയത്ത് റാഫേലച്ചൻ വിളിച്ചു പറഞ്ഞു, സർജറി കഴിഞ്ഞിട്ട് മുറിവുണങ്ങാത്ത ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. വീണ്ടും അച്ഛൻ വിളിച്ചു പറഞ്ഞു, കിങ്ങിണി എന്ന മകളെ, കിങ്ങിണി എന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. കൂടാതെ കിങ്ങിണി ഒരു കുട്ടിയല്ല, അതൊരു വ്യക്തിയാണ് എന്ന് അച്ഛൻ എടുത്തു പറഞ്ഞിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതിവിടെ ഇവർ പറപ്പൂരാണ്. മറ്റം ധ്യാനം നടക്കുന്ന സമയത്ത്, മറ്റത്തെ ഇടവപ്പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ ഈ സഹോദരി ഓടി വരികയാണ് സാക്ഷ്യം പറയാനായിട്ട്. അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം സംഭവിച്ചു എന്ന് വന്നിട്ടാണ് ഈ അമ്മ വന്നിട്ട് ഈ മകളുടെ സാക്ഷ്യം പറയുക. പിന്നീട് അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ സാക്ഷിയാണ് ഇപ്പോൾ നമ്മൾ വായിക്കുക. ഇവർ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുകയാണ്, സർജറി കഴിഞ്ഞിട്ട് മുറിവുണങ്ങാത്ത ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കണ്ടോ, ഇത് കേട്ടപ്പോൾ എനിക്ക് വിശ്വാസമായി. ഉടനെ തന്നെ അച്ഛൻ അടുത്ത് വിളിച്ച് പറയുകയാണ്, കിങ്ങിണി എന്ന കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തും. അങ്ങനെയല്ല പറഞ്ഞത്, കിങ്ങിണി എന്ന വ്യക്തിയെ. കിങ്ങിണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും കൊച്ചു കുട്ടീനെ വിളിക്കുന്ന പേരാണ് താലോലിച്ച് കിങ്ങിണി അല്ലേ. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയുക, കിങ്ങിണി എന്ന് പറയുന്നത് ഒരു കൊച്ചു കുട്ടിയല്ല, അതൊരു വലിയൊരു വ്യക്തിയാണ്, വലുതായ ഒരാളാണ്. ആ വ്യക്തിയെ പറ്റി പറയണമെന്ന് എടുത്ത് പറയുകയാണ്. കിങ്ങിണി എന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കൂടാതെ കിങ്ങിണി ഒരു കുട്ടിയല്ല, വ്യക്തിയാണെന്ന് അച്ഛൻ എടുത്തു പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വലിയ അത്ഭുതമായി. എന്നെ വീട്ടിലെ കിങ്ങിണി എന്നാണ് വിളിക്കുന്നത്. അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഈ സന്ദേശം വിളിച്ചു പറഞ്ഞ നിമിഷം തന്നെ സ്വിച്ച് ഓഫ് ആക്കിയ പോലെ വെള്ളം നിന്നു. കണ്ടോ, സ്വിച്ച് ഓഫാക്കിയ പോലെ വെള്ളം നിന്നു. പിന്നീട് അതിൽ നിന്ന് വെള്ളം വന്നിട്ടില്ല. ഞാൻ വീണ്ടും വീണ്ടും കൈകൊണ്ട് തൊട്ട് നോക്കിക്കൊണ്ടിരുന്നു. 1 മണിക്കൂറിന് ശേഷം തൊട്ട് നോക്കിയപ്പോഴും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. രാത്രി മുഴുവനും ഞങ്ങൾ നോക്കിയപ്പോൾ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ദ്വാരമെല്ലാം ഉണങ്ങിയിരിക്കുകയായിരുന്നു. ചുവന്ന് തടിച്ചിരുന്ന സ്റ്റിച്ച് സാധാരണ നിലയിലായി. വലിയ അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ചത്. 4 ദിവസത്തിന് ശേഷം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ ഡോക്ടർ ഓടി വന്ന് ചോദിച്ചു, സ്റ്റിച്ചെല്ലാം പൊട്ടിയോ എന്ന്. എല്ലാം സ്റ്റിച്ചും പൊട്ടിയത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്നത് എന്നാണ് ആദ്യം ഡോക്ടർമാർ കരുതിയത്. പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാ സ്റ്റിച്ചും നന്നായി ഉണങ്ങി എന്ന് പറയുകയും അന്ന് തന്നെ സ്റ്റിച്ച് വെട്ടുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ സ്റ്റിച്ച് വെട്ടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുൻപ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഇത്രയും വലിയ സൗഖ്യം നിന്ന യേശുവിന് 1000 നന്ദി. ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് സംഭവിക്കണല്ലേ? വിളിച്ചു പറയുന്നു, പിന്നെ ഒരു തുള്ളി വെള്ളം പോലും ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ വന്നിട്ടില്ല. വയറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇതൊരു മഹാത്ഭുതമാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒരാളിനി ഇങ്ങനെ എന്താ പറയുക, വോയിസ് മെസ്സേജ് അയച്ചിട്ട് സാക്ഷ്യങ്ങൾ അയക്കില്ലേ. ഒരു സഹോദരിയിട്ടിരിക്കുന്ന സാക്ഷ്യം എൻ്റെ ഫോണിലേക്കല്ല അയക്കേണ്ടത്, അവിടുത്തെ വേറെ ഫോണിലേക്കാണ് അയക്കേണ്ടത്. പക്ഷേ ചിലരൊക്കെ തെറ്റിയിട്ട് എൻ്റെ ഫോണിലേക്ക് അയക്കും. അപ്പോൾ ഞാൻ ഈ വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ ആ സഹോദരി പറയാൻ, എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോള് ഇന്ന പേര് ഇതൊക്കെ പറഞ്ഞു. യൂത്താണ്, ഒരു 10, 20, 23 വയസ്സുണ്ട് മോള്. ആ മോളുടെ വർഷങ്ങളായിട്ട് ആ മകൾക്കുള്ളൊരു പ്രശ്നമാണ് മുട്ട് തെന്നിപ്പോവും. മുട്ടിൻ്റെ ചിരട്ട മറ്റോ തെന്നിപ്പോവും. മനസ്സിലായോ? തെന്നിപ്പോയി കഴിഞ്ഞാൽ അതിഭയങ്കരമായ വേദന. പിന്നെ അവൾ തന്നെ കുറേയൊക്കെ പിടിച്ച് അതിനെ വീണ്ടും ആ പൊസിഷനിൽ പിടിച്ചിടും. ഇതൊരു സ്ഥിരം പ്രതിഭാസമായതുകൊണ്ട് അത്രമാത്രം കഷ്ടപ്പാടായിരുന്നു ഇവർക്ക്. മനസ്സിലായോ? ഈ ഒരു മുട്ടിൻ്റെ കാര്യം. അങ്ങനെ ഞാനും ഇവളും കൂടി അത്ഭുതമാല കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുകയാണ്, ഈ മുട്ടിൻ്റെ ചിരട്ട ഇങ്ങനെ തെന്നിപ്പോകുന്ന അവസ്ഥയുള്ളവർ പ്രാർത്ഥിച്ചോ ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു എന്ന് അച്ഛൻ വിളിച്ച് പറയുകയാണ്. കണ്ടതൊക്കെ എപ്പോഴും വിളിച്ച് പറയുന്ന സൗഖ്യങ്ങളല്ലല്ലോ. ഇതങ്ങനെ അവർ വിശ്വസിച്ചു. 1 വർഷം 1.5 വർഷം കൊണ്ട് കഴിഞ്ഞു. മനസ്സിലായോ? ഇതുവരെ പിന്നെ ആ മുട്ടിൻ്റെ ചിരട്ട തെന്നിപ്പോയിട്ടില്ല. തുടങ്ങി ഹല്ലേലൂയ. അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ എപ്പോഴാണ് വിളിച്ച് പറയുന്നത്? ആരാധനാ സമയത്ത്. ഈ ആരാധനാ സമയത്ത്. അതുകൊണ്ടാണ് ബൈബിൾ എടുത്ത് നോക്കിയാൽ എത്രയോ സ്ഥലങ്ങളിൽ പൗലോസ്ലീഹ, നിങ്ങൾക്കറിയോ, പേര് കേട്ടിട്ടില്ലേ പൗലോസ്ലീഹ? ഇയാൾ ആരായിരുന്നു? സ്തുതിപ്പ്. ഏറ്റവും കൂടുതൽ ഇയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്തുതിപ്പാണ്. നമ്മുടെ മോശ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്തുതിപ്പാണ്. മനസ്സിലായോ? നമ്മുടെ അബ്രാഹാം സ്തുതിപ്പിൻ്റെ വലിയൊരു ആശാനായിരുന്നു അബ്രാഹാം. യാക്കോബ് സ്തുതിപ്പിൻ്റെ വലിയൊരു എന്താ പറയുക, തോബിത്ത് സ്തുതിപ്പിൻ്റെ വലിയൊരു കണ്ടോ. ഇപ്പോൾ വിശുദ്ധരൊക്കെ സ്തുതിപ്പിന് ഭയങ്കര പ്രാധാന്യം അവരവരുടെ ജീവിതത്തിൽ കൊടുത്തിരുന്നു. സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഇങ്ങനെ അത്രമാത്രം ദൈവത്തെ ആരാധിക്കുമ്പോഴോ മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഹല്ലേലൂയ.
അതിന് പല ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. അത് ഏത് ഉദാഹരണം പറഞ്ഞത് തുടങ്ങണമെന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഏതായാലും തോബിത്തിൻ്റെ പുസ്തകം എടുക്കാം നമുക്ക്. തോബിത്തിൻ്റെ പുസ്തകത്തിലേക്ക് തന്നെ വരാം. കാരണം തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തോബിത്തിൻ്റെ പ്രാർത്ഥന കേൾക്കാം. കണ്ടോ, തോബിത്തിൻ്റെ പ്രാർത്ഥന. തോബിത്ത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? തോബിത്തിന് ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളാണ് കേട്ടോ തോബിത്ത്. തോബിത്തിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. തോബിത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം കേട്ടോ. തോബിത്തും തോബിത്തിൻ്റെ ഭാര്യയും മരിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, തോബിത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രിഫേസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. തോബിത്തും തോബിത്തിൻ്റെ ഭാര്യയും മരിക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ആ ബ്രദർ വിളിച്ചു പറയുന്നുണ്ടായില്ലേ, ആരോ ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിക്കുകയാണ്. മരിച്ചാൽ മതി, ഇനി ജീവിതം തീർന്നു, അവസാനിച്ചു, ഇനി കടബാധ്യത മാറില്ലേ, രോഗം മാറില്ലേ, കുടുംബ പ്രശ്നം മാറില്ലേ, ഒന്നും തീരില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദേ ശ്രദ്ധിച്ചോ, ഇത് കാണുന്ന വഴിയിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. തോബിത്ത് അങ്ങനെയായിരുന്നു. തോബിത്തും തോബിത്തിൻ്റെ ഭാര്യയും മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജീവിതത്തിൽ അത്രമാത്രം പ്രശ്നങ്ങളാണ്, തടസ്സങ്ങളാണ്. അങ്ങനെ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ തോബിത്ത് എന്താ ചെയ്തതെന്നറിയോ? അതാണ് തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം. തോബിത്ത് സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. തോബിത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് തോബിത്തിൻ്റെ പ്രാർത്ഥന. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു, ഹൃദയം വ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവിടുന്ന് നീതിമാനാണ്. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. കണ്ടോ, അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല. അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾ ഞങ്ങളുടെ പരിഹാസത്തിൻ്റെ പര്യായമായി തീർന്നു. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ്. കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പന പാലിച്ചില്ല, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സത്യസന്ധരായി വർത്തിച്ചില്ല. കണ്ടോ, അവരെ തുടങ്ങി. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ആ നല്ല കള്ളനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? ആ നല്ല കള്ളൻ ആ ഇടതുവശത്തെ കള്ളനോട് പറഞ്ഞില്ലേ, നിനക്ക് ദൈവത്തെ പേടിയില്ലേ? നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്നാൽ ഈ മനുഷ്യനോ ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ വേദന അനുഭവിക്കുന്നത്. അതുപോലെയാണ് ഈ തോബിത്ത് പ്രാർത്ഥിക്കുക. തോബിത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഈ വലിയ തകർച്ചയിലും കണ്ടോ, ഇങ്ങനൊരു പാട്ടുണ്ട്. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. കണ്ടോ, വല്ലതും പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെയാണ് തോബിത്തിൻ്റെ തകർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് കർത്താവേ എനിക്ക് കിട്ടിയതൊക്കെ ശരിയാണ് കർത്താവേ, അതൊക്കെ നീ നീതിമാനാണ് കേട്ടോ, എന്നിലൊരു നന്മയില്ല കേട്ടോ, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് നീ തന്ന നന്മയാണ് കേട്ടോ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണ് കേട്ടോ. ഇങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഈ തകർച്ച അല്ലെങ്കിൽ പരാതി പറയല്ല, പരിഭവം പറയല്ല, നീ കാരണം എന്താ നീ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, ഏതെന്താ ഇങ്ങനെ അങ്ങനെ പരാതി പറച്ചിലില്ല. പക്ഷേ അതിന് പകരം ഈ തോബിത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വലിയ ഹല്ലേലൂയ. ഇങ്ങനെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അത് തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ ആ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം ശ്രദ്ധിച്ച് കേട്ടോ. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. കണ്ടോ, ഈ പ്രാർത്ഥനയുടെ അവസാനം എഴുതി വെച്ചിരിക്കുക കേട്ടോ. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ, തോബിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും, റഘുവേലിൻ്റെ പുത്രി സാറായെ തോബിത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും, അസ്മോസ് ദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റാഫേൽ മാലാഖ നിയുക്തനായി. തുടങ്ങി ഹല്ലേലൂയ. കണ്ടോ, സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തോബിത്തിൻ്റെ പ്രാർത്ഥന എന്താണ്? തോബിത്തിൻ്റെ പ്രാർത്ഥന സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ അവസാനമാണ് ഈ 16-ാമത്തെ വാക്യം വരുന്നത്. മനസ്സിലായോ? അവിടെ പറയുകയാണ്, ഈ രണ്ടുപേരുടെയും പ്രാർത്ഥന, ഈ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുകയാണ്. മനസ്സിലായോ? ആ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഏതൊക്കെയായിരുന്നു? അവരുടെ പ്രശ്നം ഒരു സ്വസ്ഥത, കുടുംബത്തിലൊരു സമാധാനമില്ല, അവർക്ക് ശാന്തി നൽകാൻ വേണ്ടിയിട്ട്. ഇനി തോബിത്തിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് അന്ധനായിരുന്നു കേട്ടോ, അദ്ദേഹത്തിന് കണ്ണ് കാണില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, മകൻ്റെ കല്യാണം നടക്കുന്നുണ്ടായില്ല, മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്
പിന്നെ അവരുടെ കുടുംബത്തെ ഈ എന്താ പറയുക മരുമകളാകാൻ പോകുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ പൈശാചിക പീഡയായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അസ്മോസ് ദേവൂസ് എന്ന ദുഷ്ടപിശാചാണ്. ആ പിശാചിനെ ബന്ധിക്കാനായിട്ട് കണ്ടോ ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആ ബക്കറ്റിലൊക്കെ നിയമങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഇവരുടെ ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് റാഫേൽ ദൂതനെ നിയമിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ടോ മനസ്സിലായോ? അത് തന്നെയാണ് തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം തിരുവനൊന്ന് ശ്രദ്ധിച്ചു കേട്ടേ. നീയും തോബിത്തിനോടും തോബിയാസിനോടും റാഫേൽ മാലാഖ പറയുകയാണേ, നീയും നിൻ്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോഴേ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കണ്ടോ വലുത് പറഞ്ഞ് ഹല്ലേലൂയ. ആകയാൽ നിന്നെയും നിൻ്റെ മരുമകൾ സാറയെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. കണ്ടോ അപ്പോൾ ആരാണ്? നീയും നിൻ്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ദൈവസന്നിധിയിൽ അനുസ്മരിക്കുക. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, നീ പോയി അവരെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ദൈവം എന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? അതായത് തോബിത്തും സാറായും കൂടി പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനം ദൈവം അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ദൂതനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഇങ്ങനെയുള്ള സമാനമായ ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണം ഏതൊരു യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തന്നെ എടുക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഓർഡറിൽ തന്നെ പോകാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവനും നിറഞ്ഞു നിന്നു. ഉസിയ രാജാവ് വലിയൊരു രാജാവായിരുന്നു കേട്ടോ, നല്ലൊരു രാജാവായിരുന്നു ഇസ്രായേൽക്കാരുടെ. അയാൾ മരിച്ചു. അയാൾ മരിച്ച സമയത്ത് ഈ എന്താ പറയുക നമ്മുടെ യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉസിയ രാജാവ് നല്ലൊരു രാജാവായിരുന്നു. അയാൾക്ക് പെട്ടെന്ന് എന്തോ രോഗം വന്ന് മരിക്കുകയാണ് ചെയ്തത്. ഇനി ആരായിരിക്കും അടുത്ത രാജാവ്? ഇനി ഇസ്രായേൽക്കാരെ ആരാണ് നയിക്കുക? അങ്ങനെ ഒത്തിരിയേറെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട ഒരു ദർശനമാണ്. ഉസിയ രാജാവ് മരിച്ച വർഷം അദ്ദേഹം കണ്ട ഒരു ദർശനം ഇതാണ്. കർത്താവ് വലിയൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതായിട്ട് കാണുകയാണ്. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. കണ്ടോ, കർത്താവ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ കർത്താവിന് ചുറ്റും ആരാണ്? മാലാഖമാർ, സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങൾ അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളതായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. കണ്ടോ, ഇതാണ് സെറാഫുകൾ മാലാഖമാർ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സ്തുതിക്കുകയാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. വെളിപാട് പുസ്തകം 4:8 പറയുന്നില്ലേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ഇങ്ങനെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വലിയ ഹല്ലേലൂയ. കണ്ടോ, ഭൂമി മുഴുവനും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദകോശത്താൽ അവയുടെ ശബ്ദകോശത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ആ സമയത്ത് യെശയ്യാ പ്രവാചകനാട്ടോ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് യെശയ്യാ പ്രവാചകന് ഈ ദർശനം കിട്ടിയപ്പോൾ ഈ യെശയ്യാ പ്രവാചകൻ എന്ത് ചെയ്തു? അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ എത്രയോ വലിയ പാപിയാണ്. എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യം വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. കണ്ടോ, ഇദ്ദേഹം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഇല്ലായ്മയെ കണ്ടുകൊണ്ട് സ്വയം താഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയ. സ്വയം പൊക്കി സംസാരിക്കുകയല്ല, സ്വയം താഴ്ത്തി ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയ. അപ്പോൾ കണ്ടോ, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്തൊരു തീക്കനലുമായി ഈ യെശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ആണോ? യെശയ്യാ പ്രവാചകൻ ദൈവത്തെ സ്തുതിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? തോബിത്ത് ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ടോ, തോബിത്ത് ദൈവത്തെ സ്തുതിച്ച സമയത്ത് തോബിത്തും തോബിത്തിൻ്റെ ഭാര്യയും സാറയും കൂടി
മരുമകൾ സാറായും കൂടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദേ ഈ റാഫേൽ മാലാഖ ഇവരെ സഹായിക്കാൻ അവരുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ ഏശയ്യാ പ്രവാചകൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഏശയ്യാ പ്രവാചകൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അപ്പോൾ സേറാഫുകളിലൊന്ന് ഒരു മാലാഖ, സേറാഫുകൾ ഓരോ വലിയ വലിയ ഗണ മാലാഖമാരാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു മാലാഖ ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത് തീക്കനലുമായി ഈ ഏശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. അവൻ നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉണ്ടോ? നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മനസ്സിലായോ? ദാസന് ഭയങ്കര അനുഭവമുള്ളത്. ഇതിന് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈ നമ്മൾ പങ്കെടുത്തില്ലേ, ആ ആരാധന നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മെസ്സേജ് പറയാൻ അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ സ്തുതിച്ച ആൾക്കാരോട് സ്തുതിക്കാൻ പറഞ്ഞവരിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അന്ന് ഭയങ്കര ആ ഗ്രൂപ്പ് നന്നായി സ്തുതിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ജനം ഇങ്ങനെ സ്തുതിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശക്തമായ സാന്നിധ്യം, ആരുടെ സാന്നിധ്യം? വിശുദ്ധ റാഫേൽ മാലാഖയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? റാഫേൽ മാലാഖയുടെ സാന്നിധ്യം, എല്ലാ ജനം മുഴുവൻ ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴേ മാലാഖമാർക്ക് അവിടെ എന്താ പറയുക, ഇരിപ്പുറപ്പ് കിട്ടുന്നില്ല. അവരിങ്ങനെ ഇറങ്ങി വരികയാണ്. സ്തുതിക്കുന്നവരിലേക്ക് മാലാഖമാർ ഇറങ്ങി വരും, സ്വർഗ്ഗം ഇറങ്ങി വരും, പരിശുദ്ധാത്മാവ് ഒഴുകി വരും. എപ്പോൾ? നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർക്ക് പിന്നെ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗത്തിൽ സ്തുതിപ്പ് നടക്കുന്നുണ്ട്, നമ്മളും ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സ്തുതിപ്പും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. മനസ്സിലായോ? രണ്ടും ഇങ്ങനെ എന്താ പറയുക, രണ്ടും കൂടി മിക്സാവാണ്. നമ്മളും സ്തുതിക്കുന്നു, സ്വർഗത്തിലുള്ളതും സ്തുതിക്കുന്നു. രണ്ട് സ്തുതിപ്പും കൂടി മിക്സാവുമ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അവിടെ. ഉണ്ടോ? ഇതാണ് ഇത് എൽറുഹാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു രഹസ്യമാണ്. രഹസ്യങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്തണമെന്ന് പറയുക, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് ഇത് അച്ഛൻ പരസ്യപ്പെടുത്താണ്. ഇതൊരു എൽറുഹാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ വലിയൊരു രഹസ്യമാണിത്. ദൈവത്തെ സ്തുതിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അത്ഭുതമാലിയൊന്നും അല്ല കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വേറെ പ്രാർത്ഥന, കുരിശിൻ്റെ വഴി പ്രാർത്ഥന. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അത് ദൈവത്തെ ആരാധിക്കലാണ്, സ്തുതിക്കുക. ജപമാല ചെല്ല, സ്തുതിക്കുക. കരുണകൊന്ന ചെല്ല, സ്തുതിക്കുക. കുരിശിൻ്റെ വഴി ചെല്ല, സ്തുതിക്കുക. വചനം വായിക്കുക, സ്തുതിക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഈ സ്തുതിക്കുമ്പോൾ എന്തുണ്ടാവും? ദർശനങ്ങളുണ്ടാവും. ഇപ്പോൾ ഇവിടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടോ? അതിഭയങ്കരമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് കേട്ടോ ഇവിടെ. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കർത്താവ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എന്താ? പരിശുദ്ധ അമ്മ ഈ സ്തുതിക്കുന്നിടത്ത് പരിശുദ്ധ അമ്മ കടന്നു വരും. മനസ്സിലായോ? പരിശുദ്ധ അമ്മയ്ക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നില്ല. അവിടെ സ്വർഗത്തിലും സ്തുതിപ്പാണ്, ഇവിടെയും സ്തുതിപ്പാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. വി ആർ ഈസ്റ്റർ പീപ്പിൾ, അവർ സോങ് ഈസ് ഹല്ലേലൂയ എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുക. വി ആർ ഈസ്റ്റർ പീപ്പിൾ, നമ്മൾ ഉത്ഥാനത്തിൻ്റെ മക്കളാണ്. അവർ സോങ് ഈസ്, നമ്മുടെ ഗാനം എന്താണ്? ഹല്ലേലൂയ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? അപ്പം എന്താണെന്ന് അച്ഛൻ പറഞ്ഞത്? ഹല്ലേലൂയ എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ രഹസ്യമാണ്. ഹല്ലേലൂയ എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ സ്വരമാണ്. മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? ഒന്ന് വലരുത്തി പറഞ്ഞേ. ഹല്ലേലൂയ എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്വരമാണ്. ഹല്ലേലൂയ എന്ന് വെച്ചാൽ സ്വർഗത്തിൻ്റെ സ്വരമാണ്. ഹല്ലേലൂയ എന്ന് വെച്ചാൽ എന്താണ്? സ്വർഗത്തിൻ്റെ രഹസ്യമാണ്. ഹല്ലേലൂയ എന്ന് വെച്ചാൽ എന്താണ്? സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. വലതുടങ്ങി ഹല്ലേലൂയ. അതിന് മറ്റൊരു ഉദാഹരണം പറയാം. ഏറ്റവും നല്ല മറ്റൊരു ഉദാഹരണമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം. ഇതിനൊക്കെ ബൈബിൾ അടിസ്ഥാനമുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 3 യുവാക്കന്മാർ തീച്ചൂളയിലാണ്. നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും ആ വചനഭാഗം അല്ലേ? ഏതാ 3 യുവാക്കന്മാർ പേരെന്താണ്? ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, 3 പേര്. അപ്പോൾ നബൂഖദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണമുള്ളൊരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി. ഈ സ്വർണ്ണ വിഗ്രഹത്തെ എല്ലാവരും ആരാധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 യുവാക്കന്മാർ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഈ വിഗ്രഹ ആരാധനയ്ക്ക് കൂട്ടു നിൽക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്താൽ വിഗ്രഹത്തെ ആരാധിക്കില്ല, ഇങ്ങനെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വിഗ്രഹത്തെ ആരാധിച്ചവർ? ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സത്യദൈവത്തെ വിട്ട് വേറെ അന്യദൈവ ആരാധനയ്ക്ക് പോയവരാരെങ്കിലും ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചോദിച്ചത് കേട്ടോ. സത്യദൈവത്തെ വിട്ട് വലിയ അന്യദൈവ ആരാധന, തെയ്യം, പൂയം, കാവടി, പൂരം, ഉത്സവം, അല്ലെങ്കിൽ മോസ്ക്, വേറെ അന്യദൈവ ആരാധന, ദൈവം ആഗ്രഹിക്കാത്ത രീതികൾ, ചെയ്തികൾ, ശൈലികൾ, എൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനില്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്, ചാത്തൻ സേവ, മന്ത്രവാദം, കൂടോത്രം, അങ്ങനെ പോയവർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ അനുദപിച്ച് നന്നായിട്ട് കുമ്പസാരിക്കുക.
കുറേ ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങളില്ല, കുറേ ചികിത്സ ചെയ്ത് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ എവിടേക്ക് പോയി? അപ്പോൾ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, അവിടെ പോയി നേർച്ചകൾ, കാഴ്ചകൾ, പൂജകൾ അങ്ങനെ നടത്തിയ ഒരാൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ വ്യക്തി ചങ്ക് പൊട്ടി അനുദപിച്ച് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവ് നിന്നോട് കരുണ കാണിക്കും. ചങ്ക് പൊട്ടി അനുദപിച്ച് കുമ്പസാരിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിന്നോട് കരുണ കാണിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, വീഴാതിരിക്കാൻ ഒരിക്കലും വഴിതെറ്റി പോകരുത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. ആണല്ലേ ഈ യുവാക്കന്മാർ ചെയ്ത് കണ്ടില്ലേ? അവർ സഭ വിലക്കിയിരിക്കുന്ന, സഭ അംഗീകരിക്കാത്ത രീതികളോ ശൈലികളോ ഉണ്ടോ? മനസ്സിലായോ? IVF പോയവരുണ്ട് ഈ കൂട്ടത്തിൽ. IVF ആരാണ് IVF പോയവർ? കൈപ്പൊക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ആത്മശോധന ചെയ്യാൻ വേണ്ടി അച്ഛൻ ചോദിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. IVF പോവുകയോ IVF ഒരുങ്ങുകയോ ചെയ്യുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിക്കുകയാണ്. എന്താണ് IVF? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്തവർ പല ചികിത്സകളും ചെയ്തു, പല രീതികളൊക്കെ നോക്കി, ഇനി കുഞ്ഞുങ്ങളില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു IVF മാത്രമാണ് നിങ്ങൾക്ക് ഇനി പോകാൻ വഴി. കുഞ്ഞുങ്ങളുണ്ടാവണോ? IVF ചെയ്തോ. മനസ്സിലായോ? അപ്പോൾ IVF ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഒരുപക്ഷെ 2 രീതിയിലുള്ള IVF അല്ലേ? ഒന്ന് ഭർത്താവിൻ്റെ ബീജെടുത്ത് വെച്ച് അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് എടുത്ത് വെച്ച് അങ്ങനെ കുത്തി വെച്ച് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന ഒരു ശൈലി. വേറെ ഭർത്താവിൻ്റെ ബീജമായിരിക്കില്ല, വേറെ ഏതോ ഒരാളുടെ ബീജം. അപ്പോൾ എന്നിട്ട് ഈ ഭാര്യയിലേക്ക് കുത്തിവെച്ച് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന വേറൊരു രീതി. ഏത് രീതിയിലാണെങ്കിലും അത് സഭ വിലക്കിയിട്ടുള്ളതാണ്. അത് മാരകപാപമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതിനെ ഏത് രീതിയിൽ നമ്മളതിനെ ന്യായീകരിക്കാൻ നോക്കിയാലും അത് അച്ഛന്മാർ സപ്പോർട്ട് ചെയ്തു, മറ്റുള്ളവർ സിസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്തൊന്നും പണ്ട് കാര്യമില്ല. സഭ പിന്നെ ഔദ്യോഗികമായി അത് മാരകപാപമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വലിയ തിന്മയാണ് IVF. അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക. അത് വലിയ ദൂഷ്യഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. സഭയുടെ നിലപാട് ഇതാണ്. കുട്ടികളുണ്ടാകേണ്ടത് എവിടെയാണ്? കുട്ടികളുണ്ടാകേണ്ടത് ലബോറട്ടറിയിലല്ല കുട്ടികളുണ്ടാകേണ്ടത്. മനസ്സിലായോ? കുത്തിവെച്ചും അങ്ങോട്ട് വെച്ചും ഇങ്ങോട്ട് വെച്ച് അങ്ങനെയൊന്നല്ല കുട്ടികളുണ്ടാകേണ്ടത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര ബന്ധം, അതിൻ്റെ പൂർണ്ണതയാണ് പരസ്പര സ്നേഹം, അതിൻ്റെ പൂർണ്ണതയാണ് സെക്സ്. ആ പരിശുദ്ധമായ ലൈംഗിക ബന്ധത്തിലൂടെയാണ് കുട്ടികളുണ്ടാകേണ്ടത്. അങ്ങനെ കുട്ടികളുണ്ടാവുന്നില്ലെങ്കിൽ ഉണ്ടാവണ്ട, അങ്ങനെ തീരുമാനിച്ചാൽ മതി. വേണമെങ്കിൽ നിനക്ക് അത്ര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒരു കൊച്ചിനെ ദത്തെടുത്തോ, കുഴപ്പമില്ല. പക്ഷേ IVF ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ പരിപാടിക്ക് പോകരുത്. ഇവിടെ അങ്ങനെ ഒരാളെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എടുത്ത് കാണിക്കുന്നു. അതിലൊരു ദമ്പതികൾ IVF ട്രീറ്റ്മെൻറ്റിന് പോയി, എന്നിട്ടത് ചെയ്തിട്ടുണ്ടായത് വിജയിച്ചോ? അത് വിജയിച്ചില്ല. അതുകൊണ്ട് അപ്പോഴും കുട്ടികളുണ്ടായില്ല. ഇതുവരെ അത് ശരിക്കും കുമ്പസാരത്തിൽ പറയുകയോ പ്രായശ്ചിത്തം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർക്ക് കുട്ടികളില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യം പറഞ്ഞേട്ടാ. ഇപ്പോൾ ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇത് ഓൺലൈനിലോ ഇത് കാണുന്നുണ്ട്. ആരോ IVF ട്രീറ്റ്മെൻറ്റിന് പോയി, എന്നിട്ട് ആ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചില്ല. അങ്ങനെ അവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെയും കുഞ്ഞുങ്ങളുണ്ടായില്ല. കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ തടസ്സമായി നിൽക്കുന്നത് ഇവർ ചെയ്ത ഈ IVF ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ആ തെറ്റിനെ ഓർത്ത് ഈ ഭാര്യയും ഭർത്താവും ഏതെങ്കിലും കത്തോലിക്ക വൈദികൻ്റെ അടുത്ത് പോയി തുറന്ന് കുമ്പസാരിക്കുക, അതിൻ്റെ പാപപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ നീ ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പോൾ നമ്മളൊരു സാക്ഷ്യം വായിച്ചില്ലേ, 9 വർഷത്തിന് ശേഷം കുട്ടികളുണ്ടായെന്ന്. അതുപോലെ നിനക്ക് കർത്താവ് ഒരു നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്ന ഈശോ, കാരുണ്യവാനായ കർത്താവ് ഇപ്പോൾ ഒരു സന്ദേശമായി തരികയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇവരൊക്കെ സാക്ഷ്യം പറയാനുണ്ടോ? പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ആ സാക്ഷ്യം പറയാനായിട്ട് പറ്റുക അല്ലേ? ആ ദൈവശബ്ദത്തിലുണ്ടായ സംഭവം കണ്ടില്ലേ? ആഗ്നസ് അവിടെ വിളിച്ചു പറഞ്ഞു. 2023 സംഭവിച്ചത്. 2023 നവംബറിൽ വിളിച്ചു പറഞ്ഞു. ഡിസംബർ കഴിഞ്ഞ് ജനുവരിയിൽ പ്രഗ്നൻ്റായി. പിന്നെ ആ വർഷത്തിൻ്റെ അവസാനത്തിൽ കുഞ്ഞ് ജനിച്ചപ്പോൾ അവരിവിടെ വന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇങ്ങനെ ഞങ്ങൾ ദൈവശബ്ദ കൺവെൻഷന് വന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ പറയണം. കുഞ്ഞായിട്ട് ഇവർ വരുമ്പോൾ ഒരിക്കലും ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടപ്പോൾ അച്ഛനിങ്ങനെ ടോക്കിൽ വിളിച്ച് പറഞ്ഞു, IVF ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് കുമ്പസാരിക്കാത്ത ഒരാളിരിക്കുന്നുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്.
അപ്പോൾ ഞങ്ങൾ പോയി ഞാനും ഭർത്താവും കുംസാരിച്ചു, അല്ലെങ്കിൽ ഞാനും ഭാര്യയും കുംസാരിച്ച് ഞങ്ങൾ പരിശ്രമിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. അങ്ങനെ കുഞ്ഞുണ്ടായതിനെ ഓർത്ത് നന്ദി പറയാൻ ഞാൻ അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ആൾത്താരിൽ കയറി സാക്ഷ്യപ്പെടുത്തുമ്പോൾ അനേകർക്ക് വിശ്വാസം വർദ്ധിക്കും. എങ്ങനെയുള്ള വിശ്വാസം? തിരുസഭയിലുള്ള വിശ്വാസം, തിരുസഭ പഠനത്തിലുള്ള വിശ്വാസം, ദൈവത്തിന് എന്തും സാധ്യമാണെന്നുള്ള വിശ്വാസം, സത്യദൈവത്തിലുള്ള വിശ്വാസം, ഇത് ഒത്തിരി വർദ്ധിക്കാൻ കാരണമായി തീരും. അല്ല ഇത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കുട്ടികളില്ലാത്തൊരു പ്രാർത്ഥിച്ചോട്ടോ, കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമായ മെസ്സേജ് അച്ഛൻ പറഞ്ഞു, സന്ദേശമാണ് ഈശോ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. ഇവിടെ ആരെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്തവർ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ സത്യദൈവത്തിൽ നിന്ന് മാറിപ്പോരുത്. അന്യദൈവത്തിലേക്കോ പൂജയിലേക്കോ പ്രാർത്ഥനകളിലേക്കോ ഒന്നും കടക്കരുത്. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ പരിശുദ്ധ അമ്മയോട് ചേർന്ന് 90 ദിവസം നിയമിച്ച് കാണുക. ഇവിടുന്ന് വെഞ്ചരിച്ച തേൻ വാങ്ങി കഴിക്കുക, കഴുത്തിൽ വെന്തിങ്ങ ധരിക്കുക, പരിശ്രമിച്ചോ പ്രാർത്ഥിച്ചോ തീർച്ചയായും ഇവിടെ ഒരു കുഞ്ഞുണ്ടായി ഇവിടെ ഈ ആൾത്താരെ കയറി ഈശോയുടെ തൊട്ടടുത്ത് നിന്ന് ഈശോയെ ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചോ, കർത്താവ് നിനക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും. അല്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ പറഞ്ഞ വിഷയം ഇതാണ്, ദാനിയേൽ പ്രവാചന പുസ്തകം. കണ്ടോ? അപ്പോൾ ഈ 3 യുവാക്കന്മാരോട് വിഗ്രഹാരാധന നടത്താൻ പറഞ്ഞപ്പോൾ ആ യുവാക്കന്മാരെന്താ പറഞ്ഞത്? 17-ാമത്തെ വാക്യം, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കില്ല. കണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും അത്തിവൃക്ഷം പൂക്കുന്നില്ല. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം കേട്ടോ, 3-ാം അധ്യായം 17-ാം തിരുവചനം. ഹബക്കുക്ക് 3:17. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിലും ഫലങ്ങളില്ലെങ്കിലും ആട്ടിക്കൂട്ടം മാലയിൽ അറ്റുപോയാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും കണ്ടോ, കന്നുകാലിൽ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. എന്തെന്നാ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. അല്ലേ തോന്നി? ഹല്ലേലൂയ. മനസ്സിലായോ? അതാണ് സ്തുതിപ്പിൻ്റെ പവർ കേട്ടോ. ഹബക്കുക്ക് പ്രവാചകൻ ദൈവത്തെ സ്തുതിച്ച പ്രവാചകനാണ് ഹബക്കുക്ക് പ്രവാചകൻ. എങ്ങനെ ദൈവത്തെ സ്തുതിച്ച പ്രവാചകൻ? തകർച്ചയിൽ ദൈവത്തെ സ്തുതിച്ച പ്രവാചകൻ. ഇപ്പോൾ അതേ നമ്മുടെ ദാനിയേൽ പ്രവാചന പുസ്തകത്തിലെ 3 യുവാക്കന്മാർ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിച്ചത്? അവർ തകർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ 3 യുവാക്കന്മാരെ ഈ നബൂഖദ്നേസർ രാജാവ് എവിടെ കൊണ്ടുവന്ന് എറിഞ്ഞു? ഈ തീച്ചൂളയിലേക്ക് എറിയുകയാണ്. ഈ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് എന്താ ചെയ്തത്? വീണ്ടും വായിക്കാം. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? തകർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുക, കടബാധയിൽ ദൈവത്തെ സ്തുതിക്കുക, രോഗപീഠയിൽ ദൈവത്തെ സ്തുതിക്കുക. മനസ്സിലായോ? അതാണ് അച്ഛൻ ആ പാട്ട് പാടിയത്. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. കണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. തകർച്ചകളിൽ ദൈവത്തെ സ്തുതിക്കുക, ഉയർച്ചകളിലും ദൈവത്തെ സ്തുതിക്കുക, വളർച്ചയിലും ദൈവത്തെ സ്തുതിക്കുക, സൗഖ്യത്തിലും ദൈവത്തെ സ്തുതിക്കുക, രോഗത്തിലും ദൈവത്തെ സ്തുതിക്കുക. ഇങ്ങനെ നീ ദൈവത്തെ സ്തുതിച്ചു നോക്കിയാൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ദാനിയേൽ പ്രവാചകൻ ചെയ്തത് അതാണ്. മനസ്സിലായോ? ദാനിയേൽ പ്രവാചന പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. ദാനിയേൽ പ്രവാചന പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം എന്ന് വായിച്ച് കേൾപ്പിക്കാം. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിമേ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. കണ്ടോ? മനസ്സിലായോ? ഈ ദാനിയേൽ പ്രവാചകനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ എന്ന് വെച്ചാൽ ദാനിയേൽ പ്രവാചകൻ അവിടെ ദിവസേന എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പം എത്ര പേരാല് ഞാൻ പറഞ്ഞില്ലേ, മോശ ദൈവത്തെ സ്തുതിച്ച ആളാണ്. നമ്മുടെ പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിച്ച ആളാണ്. തോബിത്ത് ദൈവത്തെ സ്തുതിച്ച ആളാണ്. യൂദിത്ത് ദൈവത്തെ സ്തുതിച്ച ആളാണ്. ദാനിയേൽ പ്രവാചകൻ ദിവസേന 3 പ്രാവശ്യം മുട്ടിമേ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച ആളാണ് ദാനിയേൽ പ്രവാചകൻ. ഈ 3 യുവാക്കന്മാർ ശദ്രാക്ക്, മെശാക്ക്, അബദ്നേഗോ അവർ ദൈവത്തെ സ്തുതിച്ചിരുന്നവരാണ്. അവർക്ക് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്.
അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ പോലും ആ തീച്ചൂളയിൽ മരിക്കുന്നത് വരെ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷെ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, തീച്ചൂളയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വാക്യം 26-ാമത്തെ വാക്യം, അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടി അകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലകണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല, അതവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. 24-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോട്ടോ. നബൂഖദ്നേസർ രാജാവ് പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തൻ്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ എന്നവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നതായി ഞാൻ കാണുന്നു. അവർക്കൊരു ഉപദ്രവം ഏറ്റിട്ടില്ല. 4-ാമത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലെയായിരിക്കുന്നു. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാജാവ് ഓടി വന്ന് നോക്കുകയാണ്. എന്തായി? ചത്തു ചാരായോ? മരിച്ചുപോയോ? എന്താ സംഭവിച്ചതെന്ന് ഇവർ നോക്കുകയാണ്. അദ്ദേഹം തീച്ചൂളയിലേക്ക് നോക്കിയപ്പോൾ ഇദ്ദേഹം കാണുന്നത് എന്താണെന്നറിയോ? 3 പേരെയാണ് രാജാവ് ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞത്. പക്ഷെ ഇദ്ദേഹം നോക്കിയപ്പോൾ 4 പേര് തീച്ചൂളയിൽ. 4-ാമത്തെ ആൾ ഒരു ദൈവകുമാരനെ പോലെ ആയിരിക്കുകയാണ്, അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം മറ്റുള്ളവർ ചോദിക്കുകയാണ്, നമ്മൾ 3 പേരല്ലേ ഇട്ടത്, ഈ 4-ാമത്തെ ആൾ ആരാണ്? പറഞ്ഞേ, 4-ാമത്തെ ആൾ ആരായിരുന്നു? 4-ാമത്തെ ആള്? അസരിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. എപ്പോഴാണ് ഇറങ്ങിച്ചെന്നേ? ഈ 3 യുവാക്കന്മാരെ ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞിട്ട സമയത്ത് തന്നെ ദൂതനും ഇറങ്ങിച്ചെന്നു. അങ്ങനെയാണ് ഉണ്ടായത്? അല്ല. എന്തുണ്ടായത്? തീച്ചൂളയിൽ കിടന്നുകൊണ്ട് ഈ 3 യുവാക്കന്മാരും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സഹനത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ച സമയത്ത് 4-ാമനായി ഒരു ദൂതൻ ആ ചൂളയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ഇവിടെ പറയുന്നത് വല്ല മനസ്സിലാവുന്നുണ്ട്. എത്രാമത്തെ ഉദാഹരണം അച്ഛൻ പറഞ്ഞെന്നറിയോ? തോബിത്തിൻ്റെ അനുഭവം അച്ഛൻ പറഞ്ഞു, യെശയ്യാ പ്രവാചകൻ്റെ അനുഭവം അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ദാനിയേൽ പ്രവാചകൻ്റെ അനുഭവം പറയണേ കേട്ടോ. സെയിം പാറ്റേൺ ആട്ടോ പറഞ്ഞുകൊണ്ടിരിക്കണേ. തോബിത്തിൻ്റെ മരുമകളും കൂടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൂതൻ ഇറങ്ങിച്ചെന്നു. യെശയ്യാ പ്രവാചകൻ ദൈവത്തെ സ്തുതിച്ചപ്പോൾ സെറാഫുകളിൽ ഒരു ദൈവദൂതൻ ഇറങ്ങിച്ചെന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3 യുവാക്കന്മാർ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ 4-ാമതായി ഒരു ദൂതൻ ഇറങ്ങിച്ചെന്നു. കണ്ടോ? ഇവരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ്? സ്തുതിപ്പാണ് ഇവരൊക്കെ നടത്തിയ പ്രാർത്ഥന. ഇവരുടെയൊക്കെ പ്രാർത്ഥന സ്തുതിപ്പാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതൊക്കെ സംഭവിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴതൊക്കെ സംഭവിക്കുക. അതുകൊണ്ടാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വചനം ഉണ്ടല്ലോ. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 18-ാം തിരുവചനം, തോബിത്ത് 13:18. നല്ലൊരു വചനമാണ്. അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റൊലി കൊള്ളും, നിനക്ക് ശാശ്വതമായ മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും. കണ്ടോ? ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്കാണ്. ഹല്ലേലൂയ മാറ്റൊലി കൊള്ളും, അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റൊലി കൊള്ളും, അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റൊലി കൊള്ളും. ഉണ്ടോ? വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ പാതകളിലൊക്കെ ഹല്ലേലൂയ മാറ്റൊലി കൊള്ളണം കേട്ടോ. ഹല്ലേലൂയ മാറ്റൊലി കൊള്ളണം. ചിലരൊക്കെ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കണം, ചിലരൊക്കെ ആദ്യമായിട്ട് ഈ വാക്ക് പറയണേ. ചില യുവതിവാക്കന്മാർ ഇതിനെപ്പറ്റി ചിന്തിക്കണേ പോലും ഇല്ല. ഹല്ലേലൂയ. അസൂയയോട് കൂട്ടുകാരോട് കൂടെ നിൽക്കാൻ കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. കണ്ടോ? ദൈവദൂതൻ, ഒരു ദൈവ അനുഭവം, ദൈവ ഇടപെടൽ, ദൈവികമായിട്ടുള്ളൊരു ദൈവിക സ്പർശനം, ഒരു അനുഭവം നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്തുതിപ്പുണ്ടാവണം, ആരാധന ഉണ്ടാവണം, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇനിയും ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഉദാഹരണത്തിലേക്ക് അച്ഛൻ കടന്നു വരികയാണ്. അത് മറ്റൊന്നല്ല, അപ്പോസ്തലപ്രവർത്തനം 16-ാം അധ്യായം 22 മുതലുള്ള തിരുവചനം അല്ലേ? മനസ്സിലായോ? വായിച്ച് കേൾപ്പിക്കാം. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിലിട്ടു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശം കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു.
അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കണ്ടോ, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൗലോസും സീലാസും. എവിടെ കിടന്നുകൊണ്ട്? കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട്. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായി, തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ ഉലുങ്ങി, എല്ലാ വാതിലും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. വലുതുണി ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ വായിച്ച എവിടെയാ? യെശയ്യാ പ്രവാചകൻ, തോബിത്ത്, ദാനിയേൽ അല്ലേ? ഈ 3 ഭാഗങ്ങൾ നമ്മൾ കാണുന്നതൊക്കെ ദൈവദൂതൻ ഇറങ്ങി വന്നു, ദൈവദൂതൻ ഇറങ്ങി വന്നു, ദൈവദൂതൻ ഇറങ്ങി വന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവദൂതന്മാരല്ല ഇറങ്ങി വരുന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാണ് ഇറങ്ങി വരുന്നത്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ ദൈവദൂതന്മാരാണ് ഇറങ്ങി വന്നതെങ്കിൽ, അതുകൊണ്ടാണ് പറയുക എൻ്റെ പ്രിയ സഹോദരൻ, സ്തുതിക്കുന്നവർക്ക് കിട്ടുന്ന ആദ്യത്തെ വലിയൊരു അനുഗ്രഹമാണ് സ്തുതിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകി വരും. കേട്ടോ, സ്തുതിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകി വരും. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി, വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി, പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുള്ള സിനിമ, യേശുവിനെ അതുപോലെ അവർ പ്രഹരിച്ചു അല്ലേ? അതുപോലെ തന്നെയാണ് പൗലോസിനെയും സീലാസിനെയും പ്രഹരിച്ചത്. മനസ്സിലായോ? അതുപോലെ തന്നെ അവർ പ്രഹരിക്കുകയാണ്. അതുപോലെ ചാട്ടവാറുകൊണ്ട് പ്രഹരിച്ചു. അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിലിട്ടു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാകാനും നിർദ്ദേശം കൊടുത്തു. ഇവർ കാലുകൾക്ക് ആമം വെച്ചു. ഈ അർദ്ധരാത്രിയോടടുത്ത് ഈ ജയിലിൽ കിടന്നുകൊണ്ട് ഇവിടെ ജയിലിൽ കിടന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ ജയിലിൽ കിടന്നവരൊക്കെ അല്ലേ? ജയിൽ കണ്ടിട്ടുണ്ടോ? എന്തൊരവസ്ഥയോ ഈ നൂറ്റാണ്ടിലെ പോലെ നമ്മുടെ ജയിൽ ഇതുപോലെയാണെങ്കിൽ പൗലോസും സീലാസൊക്കെ കിടന്ന ജയിൽ എങ്ങനെയായിരിക്കും? ഈ കാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ കണ്ടിരുന്നു. അവിടെ കുറ്റവാളി റിമാൻഡ് ചെയ്യുന്ന ജയിൽ അല്ലേ? ഒരു പട്ടിക്കൂട് പോലെ. ടോയ്ലറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതിന് വാതിലുണ്ടോ, അതിന് ഭിത്തിയുണ്ടോ, മനസ്സിലായോ? ഫാനുണ്ടോ, ലൈറ്റ് ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ? ഒന്നുമില്ല അല്ലേ? മനസ്സിലായോ? ഒരു കൂട്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ പൗലോസും സീലാസൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. അവിടെ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അവരെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയെന്ന് വെച്ചാൽ സഹനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക. തോബിത്ത് സഹനം വന്നപ്പോൾ, ആത്മഹത്യ ചിന്ത വന്നപ്പോൾ, ഇനി ജീവിതം മുന്നോട്ട് പോകാനില്ല, വിവാഹ തടസ്സം, രോഗം, സാമ്പത്തിക കടബാധ്യത, അടിക്കടി പ്രശ്നങ്ങൾ, രോഗപീഠകൾ, പൈശാചിക ആക്രമണങ്ങൾ, തടസ്സങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചപ്പോൾ മാലാഖ ഇറങ്ങി വന്നു. മനസ്സിലായോ? അവരതിൽ നിന്നൊക്കെ മോചിപ്പിച്ചു. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ 3 യുവാക്കന്മാർ പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. തീച്ചുളയിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്നു. യെശയ്യാ പ്രവാചകൻ, ഉസിയ രാജാവ് മരിച്ചു, വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇസ്രായേൽ ജനം. ആ സമയത്ത് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. പരിശുദ്ധാത്മാവ് ദൈവദൂതൻ ഇറങ്ങി വന്നു. ഇവിടെ അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസും സീലാസും പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഇവർ ജയിലിൽ അകപ്പെട്ടപ്പോൾ, ഒരു കോടതി കേസ് വന്നപ്പോൾ, തടസ്സങ്ങൾ വന്നപ്പോൾ അവർ ആ തടസ്സങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിക്കാൻ പറഞ്ഞപ്പോൾ എന്തുണ്ടായി? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുരുങ്ങി, എല്ലാ വാതിലും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണെന്ന് വെച്ചാൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോയി. വലിയ തുടങ്ങി ഹല്ലേലൂയ. ചങ്ങലകൾ അഴിഞ്ഞു വീണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ചങ്ങലകൾ അഴിഞ്ഞു വീണെന്ന് വെച്ചാൽ എന്താണ്? ബന്ധനങ്ങൾ അഴിഞ്ഞു പോയെന്ന്. മനസ്സിലായോ? അവരുടെ ബന്ധനങ്ങളൊക്കെ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോയി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ. മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ അച്ഛനൊരു എന്താ പറയുക, ഇവിടുന്ന് കിട്ടിയ ഇവിടുത്തെ ദൈവസ്വര സന്ദേശങ്ങൾ പേരുള്ളൊരു ഭാഗം ഇതിൻ്റെ പിന്നിൽ, ബന്ധന പ്രാർത്ഥന പുസ്തകത്തിൻ്റെ പിന്നിൽ അച്ഛന് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങൾ ഒരു 19 എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു പുസ്തകം നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ നമുക്ക് പിന്നീട് കാണാനായിട്ട് പിന്നീട് സാധിക്കും. ഏറ്റവും കൂടുതൽ ദൈവിക സ്വര സന്ദേശം കിട്ടിയിരിക്കുന്ന ഒരു മേഖല സ്തുതിപ്പാണ്. ഇപ്പം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും അത്രമാത്രം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും അത്രമാത്രം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും ഇവിടെ എഴുതി വെച്ചിരിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നു. കർത്താവ് എനിക്ക് തന്നൊരു ദൈവസ്വര സന്ദേശമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുകയാണ്. മനസ്സിലായോ? പിശാചിന് പേടി വരും. പിശാചിന് ഭയങ്കര പേടി വരുന്നൊരു പ്രാർത്ഥനയാണ് ഈ സ്തുതിപ്പ് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം, ഹന്ന എന്ന് പേരുള്ള പുണ്യവതി
ദൈവത്തെ സ്തുതിച്ചിട്ടുള്ള ആളാണ്. ഹന്ന എഴുതി വച്ചിരിക്കുകയാണ്, ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. ഹന്ന പുണ്യവതി എഴുതി വച്ചിരിക്കുകയാണ്. ഹന്നായുടെ കീർത്തനം 1 സാമുവേൽ 2:1 ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുകയാണ്. അപ്പം എന്താണ് ഈ ശത്രുക്കളെ പരിഹസിക്കുന്ന പ്രാർത്ഥന? ഏതാണ് ശത്രുക്കളെ ശത്രു എന്ന് ഉദ്ദേശിക്കുന്ന അയൽപ്പക്കാരനല്ല കേട്ടോ. ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നടക്കുകയാണ്. പിശാചാണ് നമ്മുടെ ശത്രു. ഈ ശത്രുവിനെ പരിഹസിക്കുന്ന പ്രാർത്ഥനയാണ് എന്ത്? അതിനം കൊണ്ട് ശത്രുവിനെ പരിഹസിക്കുക, അതിനം കൊണ്ട് പിശാചിനെ പരിഹസിക്കുന്ന പ്രാർത്ഥന. ഏത് പ്രാർത്ഥനയാണത്? അതാണ് ഹല്ലേലൂയ പ്രാർത്ഥന. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് നമുക്ക് ശത്രുവിനെ പരിഹസിക്കാൻ പറ്റും. വേറെ രീതിയിൽ നമുക്ക് പറ്റില്ല. ശത്രുവിനെ പരിഹസിക്കുന്ന പ്രാർത്ഥന, പിശാചിനെ പരിഹസിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ഹല്ലേലൂയ പ്രാർത്ഥന. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിങ്ങനെ വിറക്കുകയാണ് ചെയ്യുക, അല്ലയോ? അതുകൊണ്ടാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ പറ്റിയിട്ട് എവിടെയോ സങ്കീർത്തന പുസ്തകത്തിലും കാണാൻ സാധിക്കും. സങ്കീർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നല്ലൊരു വചനഭാഗം കാണാൻ സാധിക്കും. ശിശുക്കളുടെ അധരങ്ങൾ കൊണ്ട് കോട്ട കിട്ടിയെന്ന് പറഞ്ഞൊരു വചനഭാഗമുണ്ട്. ചെന്ന് വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം 8-ാം അധ്യായം 2-ാം തിരുവചനം. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കിട്ടി. കണ്ടോ? ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ. ശത്രു ആരാ? ശത്രു അയൽപ്പക്കാരല്ല, അപ്പനല്ല, അമ്മയല്ല, ഭാര്യയല്ല, ഭർത്താവല്ല. ആരാ ശത്രു? വികാരിച്ചനാണോ? അല്ല. ബിഷപ്പാണോ? അല്ല. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. ഈ പിശാചിനെ നിശബ്ദമാക്കാനുള്ള മാർഗം അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായൊരു കോട്ട കിട്ടി. കോട്ട എന്നാൽ എന്ത്? ദേ ഈ ബൈബിളിൻ്റെ ഏറ്റവും അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കോട്ട കിട്ടി. അതിൻ്റെ ഫുട് നോട്ട് അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. സ്തുതി സജ്ജമാക്കി എന്ന് ഗ്രീക്ക് മൂലം. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതി സജ്ജമാക്കിയെന്ന് മനസ്സിലായോ? കോട്ട കെട്ടാന്ന് വെച്ചാൽ സ്തുതിക്കുക. ശത്രുക്കളെ നിശബ്ദമാക്കാൻ എന്താ ചെയ്യേണ്ടത്? അധരങ്ങൾ കൊണ്ട് കോട്ട കെട്ടുക. എങ്ങനെ അധരം കൊണ്ട് കോട്ട കെട്ടുക? സ്തുതിക്കുക. രക്തദാഹികൾ നാം നിശബ്ദമാക്കാൻ എന്താ ചെയ്യേണ്ടത്? അധരം കൊണ്ട് കോട്ട കെട്ടണം. എന്താണ് ഈ അധരം കൊണ്ട് കോട്ട? സ്തുതിക്കുക. അധരം കൊണ്ട് ശത്രുവിനെ പരിഹസിക്കുക. പിശാചിനെ പരിഹസിക്കാൻ എന്താ ചെയ്യേണ്ടത്? അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അല്ലാണ്ട് തെറി വിളിക്കല്ല കേട്ടോ വേണ്ടത്. തെറി വിളിക്കുക, ചിലരുടെ വിചാരം തെറി വിളിച്ചുകൊണ്ടാണ് ശത്രുവിനെ പരിഹസിക്കുക. തെറി വിളിക്കുകയല്ല വേണ്ടത്. അതിന് പറ്റിയിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം ഇവിടെ ആരങ്ങനെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്ന ഒരു വാക്കുകൊണ്ട് സംസാരിച്ച് തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ് കേട്ടോ. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ച് കേൾപ്പിച്ചു തരാം. നാവിൻ്റെ ദുരുപയോഗം. കുഞ്ഞുങ്ങളെ, നാവിനെ ഈ നാവിൻ്റെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നേരത്തെ ആ വിടുതൽ പ്രാർത്ഥന സമയത്ത് സന്ദേശങ്ങൾ പറയുമ്പോൾ കർത്താവ് എഴുതി കാണിച്ചൊരു കാര്യമാണ് നാവിൻ്റെ ദുരുപയോഗം. അല്ലയോ? നാവിൻ്റെ ദുരുപയോഗം കണ്ടോ? അതേ വചനം എഴുതി വച്ചിരിക്കുന്നു, കുഞ്ഞുങ്ങളെ നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ, ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം അവൻ്റെ നാവ് തന്നെയാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവൻ്റെയും, ചീത്ത പറയാറുണ്ടോ? ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം എന്താണ്? അവൻ്റെ ഈ നാവ് ആണ് ഈ ഇതിന് കാരണം. പ്രഭാഷകൻ 19:4 ഇത് നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവൻ്റെ മനസ്സിന് ആഴമില്ല. ദുഷ്ടതയിൽ ആനന്ദിക്കുമെന്ന് ശിക്ഷിക്കപ്പെടും. വ്യർത്ഥഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. അവനത് ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക. അവൻ അത് പറഞ്ഞിട്ടില്ലായിരിക്കാം. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടോ? വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. നാവിൻ്റെ കാര്യച്ചൻ പറയാൻ കാണുന്നതാണ്, പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിലാണ് ആദിമസഭയിൽ ഇറങ്ങി വന്നത്. തീ നാവുകളുടെ രൂപത്തിൽ.
ഈ നാവ് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്: ദൈവമേ, അവിടുന്ന് എനിക്കൊരു നാവ് നൽകിയില്ലേ, ഈ നാവ് ഉപയോഗിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കും. വലുതുണേ ഹല്ലേലൂയ. അവിടുന്ന് എനിക്കൊരു നാവ് നൽകി, ഈ നാവ് ഉപയോഗിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കും. മനസ്സിലായോ? വിശുദ്ധ അന്തോണീസിൻ്റെ നാവ് ഇപ്പോഴും അഴിയാതിരിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെയൊക്കെ നാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലരുടെയൊക്കെ നാവ്. എന്നാൽ വിശുദ്ധ അന്തോണീസിൻ്റെ നാവ് ഇപ്പോഴും അഴിയാതെ ഇരിക്കുന്നൊരു നാവ്, അല്ലേ? ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തെ സ്തുതിക്കാനും ദൈവവചനം പറയാനും മാത്രം ഉപയോഗിച്ച നാവേ. വീണ്ടും എഴുതി വെച്ചിരിക്കുക, ഓ ഭാഗ്യപ്പെട്ട നാവേ, നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി. ഓ ഭാഗ്യപ്പെട്ട നാവേ, നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി. അപ്പോൾ നമ്മൾ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാവുകൊണ്ടുള്ള പാപങ്ങൾ കുറയുമെന്നാണ് CJ വർഗീസിനെ പോലെയുള്ള വലിയ വചനപ്രഘോഷകർ, അല്ലേ? നമുക്ക് കേട്ടിട്ടുണ്ടാകും. CJ വർഗീസ് എന്ന് പറഞ്ഞ അച്ഛനെ വലിയ വചനപ്രഘോഷകനായിരുന്നു. അച്ഛൻ ഭരിച്ചുപോയി. അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ് അച്ഛൻ്റെ പുസ്തകത്തിൽ, നമ്മൾ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്തു കുറയും? നാവ് കൊണ്ടുള്ള പാപങ്ങൾ കുറഞ്ഞു വരും. ഇല്ല തുടങ്ങി ഹല്ലേലൂയ. നാവ് കൊണ്ടുള്ള പാപങ്ങൾ കുറയുക മാത്രമല്ല, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. നമ്മൾക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ റോമ 4:20, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. കണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അബ്രാഹത്തെ പറ്റി പറയാണ് കേട്ടോ. വിശ്വാസമില്ലാത്തവനെ പോലെ അബ്രാഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നാവ് കൊണ്ടുള്ള പാപങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. മനസ്സിലായോ? നാവ് കൊണ്ടുള്ള പാപം കുറയുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണ്? അതാണ് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 2-ാം ഭാഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണെന്നാണ് എഴുതി വെച്ചിരിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സംസാരത്തിൽ തെറ്റുപറ്റാത്ത ഏവനും പൂർണ്ണനാണ്. മനസ്സിലായോ? ഇപ്പം നാവിൻ്റെ ദുരുപയോഗം, നാവ് കൊണ്ട് എത്ര പേരെ വീണ് പോകണമെന്നറിയോ? അതുകൊണ്ടാണ് 1 പത്രോസ് 3-ാം അധ്യായം 10-ാം തിരുവചനം, വൈദികരെ വിമർശിക്കുക, ബിഷപ്പ്മാരെ വിമർശിക്കുക, സഭയെ വിമർശിക്കുക, അപ്പനമ്മേനെ വിമർശിക്കുക, ജീവിത പങ്കാളി വിമർശിക്കുക, അങ്ങനെ വിമർശിക്കുക, കുറ്റം പറയുക, വ്യക്തമായ സംസാരം, റഫായ സംസാരം, റൂഡായ സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം, മോശമായ സംസാരം കൊണ്ട് കൃപ നഷ്ടപ്പെട്ടവർ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു സന്ദേശാച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. സംസാരം കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരുടെ എല്ലാം തുറന്നു പറയുന്ന സംസാരം കൊണ്ട് കൃപ നഷ്ടപ്പെട്ടു പോയി ആരൊക്കെയോ ഈ കൂടുതലിരിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചോ. മനസ്സിലായോ? സംസാരം കൊണ്ട് കൃപ നഷ്ടപ്പെട്ടു പോയവർ വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് 1 പത്രോസ് 3-ാം അധ്യായം 10-ാം തിരുവചനം, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൻ്റെ അതിരത്തെയും നിയന്ത്രിക്കട്ടെ. ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? തിന്മയിൽ നിന്നതിൻ്റെ നാവിനെ ശ്രദ്ധിച്ചോട്ടോ. കുറ്റം പറയുക, കള്ളം പറയുക, വായെടുത്ത നുണ പറയുക, പിറുപിറുപ്പ്, മുറിപിറുപ്പ്, രഹസ്യം പറച്ചിൽ, വായെടുത്ത സെക്സ് മാത്രം പറയുക, ലൈംഗിക കാര്യങ്ങൾ മാത്രം പറയുക, മോശമായ ചാറ്റിങ്, നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിൻ്റെ അതിരത്തെ നീ നിയന്ത്രിച്ചോളോ, അല്ലെങ്കിൽ വലിയ നാശം നിനക്ക് വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരികയും അതൊരു മെസ്സേജ് കൂടി അച്ഛൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരൊക്കെ സ്തുതിച്ച് ശീലിക്കുക, സ്തുതിക്കുമ്പോൾ നാവിനെ കൺട്രോൾ ചെയ്യാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതുകൊണ്ടാണ് പറയുക, കർത്താവ് എനിക്കൊരു നാവ് നൽകി, ഈ നാവ് ഉപയോഗിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ പ്രകീർത്തിക്കും, സ്തുതിക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ചിലർക്ക് ഈ സ്തുതിപ്പൊന്നും താല്പര്യമില്ല. സ്തുതിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? സ്തുതിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ തകർച്ച വരും. ഇനി സ്തുതിക്കുന്നവരെ കളിയാക്കുന്നവർക്കോ കൂടുതൽ ശിക്ഷ കിട്ടും. സ്തുതിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൂടുതൽ ശിക്ഷ കിട്ടുമെന്ന് പറയും. സ്തുതിക്കുന്നവരെ കളിയാക്കുന്നവർക്ക് കൂടുതൽ ശിക്ഷ കിട്ടുമെന്ന് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്തുതിക്കുന്നവരെ കളിയാക്കുക അല്ലെങ്കിൽ സ്തുതിക്കാതിരിക്കുക. അപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഹന്ന പുണ്യവതിയുടെ കണ്ടല്ലോ. അവൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളില്ലാത്ത സമയത്ത് അവൾ എന്താ ചെയ്തതെന്നറിയോ? ഏൽക്കാന, അല്ലേ? ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഹന്നായും മറ്റൊന്ന് പെനീനായും. അപ്പോൾ പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ ഏൽക്കാനയുടെ ഈ ഹന്നയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഹന്ന എന്ത് ചെയ്തു? ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. എവിടെ? ദേവാലയത്തിൽ ചെന്നുകൊണ്ട് ബലിയർപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെ? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു.
ഭർത്താവായ ഏൽക്കാൻ അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാ നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഷീലോയെ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിൽ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവനും അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരകത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? മനസ്സിലായോ? ഇവിടെ താമസമുള്ള ധ്യാനം നടക്കുമ്പോൾ കാണാൻ സാധിക്കും, പല സമയത്തും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മേഖലകളുണ്ടാവും. അപ്പോൾ ആൾക്കാർ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വന്ന് തലയിൽ കൈവയ്ക്കാൻ ഇറങ്ങുമ്പോൾ ചില വ്യക്തികൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതിൽ ലയിച്ച് ചേർന്ന് അവരിങ്ങനെ സ്തുതിച്ച് അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുപോലെ അതിൽ പ്രാർത്ഥിച്ച് ലയിച്ചിരിക്കുന്ന ഏതാനും മക്കളെ കാണാറുണ്ട്. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ ഏലി പുരോഹിതൻ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്ന ആളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയ വികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. കണ്ടോ? ഈ ദാസി ഒരുവളായി വിചാരിക്കരുത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും അല്ലേ പറഞ്ഞു. ഹല്ലേലൂയാ. അതാണ് ഹന്നായുടെ കീർത്തന. എൻ്റെ പ്രിയ മക്കളെ, ഈ ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതായിരുന്നു എന്ന് പറയണേ? സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയായിരുന്നു. റോമ 8:26 പറയുകയാണ്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുപ്പുകളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കരമുയർത്തി ഹാലുലിയ ആലുലിയ ആലുലിയ അതൊക്കെ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ എന്തൊന്നില്ലാത്തൊരു നമ്മുടെ വിഷമം, വേദന, സങ്കടം, ദുഃഖം എല്ലാം കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയ എന്തൊക്കെയോ നമ്മുടെ മനസ്സിലൊക്കെ വിഷമങ്ങളുണ്ട്. അതെല്ലാം നമ്മളിങ്ങനെ ഈ ഹന്ന പുണ്യവതി സമർപ്പിച്ചതുപോലെ നമ്മുടെ വിഷമങ്ങളൊക്കെ ഈശോയ്ക്ക് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് അതിൽ ലയിച്ച് ചേർന്ന് മറ്റുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു തമാശ പോലെ തോന്നും. അവർ നമ്മളെയൊക്കെ കൂക്കി വിളിക്കുകയും ചിരിക്കുകയും കളിയാക്കും. നമ്മൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയും അല്ലേ? പത്രോസും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഭാഷാവധി സ്തുതിച്ചപ്പോൾ അവരെ കളിയാക്കിയില്ലേ? അന്നത്തെ ആൾക്കാരൊക്കെ കളിയാക്കി. ഇവർക്ക് ലഹരി പിടിച്ചേ, വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് ബോധമില്ലാതെ എന്തൊക്കെ പിച്ചും പേയും പറയുന്നതാണെന്ന് പറഞ്ഞേ. പക്ഷെ അത് പിച്ചും പേയും പറയില്ലല്ല, ഇത് ഭാഷാവത്തിലുള്ള സ്തുതിപ്പാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ഹൃദയ വിചാരങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും രഹസ്യ ദുഃഖങ്ങളും ഇതെല്ലാം നമ്മൾ ദൈവത്തിലേക്ക് പകരുകയാണ്. ഭാഷയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ, എല്ലാ ഭാഷയ്ക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. എൻ്റെ മനസ്സിൽ കുറേ ദുഃഖങ്ങളുണ്ട്, അതെല്ലാം വാക്കുകൊണ്ട് പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിലുണ്ട് ഒത്തിരിയേറെ വിഷമങ്ങളൊക്കെ, രഹസ്യ ദുഃഖങ്ങളൊക്കെ. ഇതെല്ലാം വാക്കുകൊണ്ട് പ്രചരിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ എഴുതി വയ്ക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. ഈ വിഷമങ്ങളും വേദനകളൊക്കെ ഈ ശിരിരിരിരി ഹലലൊക്കെ പറയുമ്പോൾ നമ്മളിതെല്ലാം ഈ സ്തുതിപ്പിലൂടെ ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക. അവൾ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലി വിചാരിച്ച് ഇവള് മദ്യപിച്ചിട്ടിരിക്കുകയാണ്. ഏലിയോട് ഇവള് പറഞ്ഞു, ഈ പുരോഹിതനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ മദ്യപിച്ചിട്ടിരിക്കുന്ന ആളല്ല, എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങളുണ്ട്. ഈ വിഷമങ്ങളൊക്കെ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. വിളിച്ച് പറഞ്ഞു ഹല്ലേലൂയ. ആ പുരോഹിതൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ, നീ ധൈര്യമായിട്ട് പൊക്കോ, നിൻ്റെ ഈ പ്രാർത്ഥന ദൈവം സാധിച്ചു തരൂ കേട്ടോ, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. പോയി കുഞ്ഞുണ്ടായി. വലിയ സന്തോഷത്തോടെ ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് നന്ദി പറയാൻ വരുന്ന ഭാഗം കാണാൻ സാധിക്കും. 1 സാമൂവേൽ 25 മുതലുള്ള തിരുവചനത്തിൽ കാണാൻ സാധിക്കും. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഏലിയുടെ കയ്യിൽ കൊടുത്തു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ വെച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങളുണ്ടാവുന്നു. കണ്ടോ പറയുന്നത് കേട്ടോ, അവർ സാക്ഷ്യം പറയുന്നത് കണ്ടോ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് അന്ന് ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകിയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുകയാണ്. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ച് തിരിച്ചുപോയി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സാക്ഷ്യം പറച്ചിൽ എത്തിച്ചേർന്നു നമ്മൾ കേട്ടോ. അപ്പം സാക്ഷ്യം പറയലൊരു നന്ദി പറച്ചിലാണ് കണ്ടോ. ഹന്നയ്ക്ക് കുട്ടി ഉണ്ടായപ്പോഴേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. ഏലി പുരോഹിതനോട് പറയുകയാണ്, പുരോഹിത, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ ധ്യാനിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞിരുന്നതൊക്കെ ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ പിന്നെ പോയപ്പോൾ ഞങ്ങൾക്ക് കൊച്ചുണ്ടായി. ആ കൊച്ചിനെയും കൊണ്ട് നന്ദി പറയാൻ ഞങ്ങളിവിടെ വന്നിരിക്കണേന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. മനസ്സിലായോ?
ഒരു നന്ദിയുടെ പറച്ചിലാണ് ഈ സാക്ഷ്യം പറച്ചിലെന്ന് വെച്ചാൽ, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം കാണാൻ സാധിക്കും. അതാണ് ഇതിപ്പോൾ നമ്മൾ വായിച്ച 1 സാമുവേലല്ലേ, ഇനിയിപ്പോൾ അച്ഛൻ വായിക്കാം 2 സാമുവേൽ വായിക്കാം. 2 സാമുവേൽ 6-ാം അധ്യായത്തിലൊരു സംഭവം വായിക്കാം. അതുകൊണ്ട് നടന്ന് നമുക്ക് എഴുന്നേറ്റ് നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ് കേട്ടോ. 2 സാമുവേൽ 6-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പേടകം ദാവീദ് രാജാവ് ആഘോഷമായി കൊണ്ടുവരികയാണ്. എവിടേക്കാണ് കൊണ്ടുവരുന്നതെന്നറിയോ? എവിടേക്ക് കൊണ്ടുവരുന്നത്? ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്തുണ്ടായി? ദാവീദ് രാജാവ് തുള്ളിച്ചാടി ദാവീദ് കർത്താവിൻ്റെ മുമ്പാകെ സർവ്വശക്തിയോടെ ഡാൻസ് ചെയ്തു. അങ്ങനെ ഡാൻസ് ചെയ്തപ്പോൾ എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞുപോയി. ചണനൂല് കൊണ്ടുള്ളൊരു അരക്കച്ച മാത്രമേ അതവൻ ധരിച്ചിരുന്നുള്ളൂ. കണ്ടോ, ഇദ്ദേഹം തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിഞ്ഞു പോയത് രാജാവ് അറിഞ്ഞില്ല. അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച്, അപ്പോൾ ഇത് ആഘോഷമായിട്ട് കൊണ്ടുവരണേ കേട്ടോ. നമ്മളൊക്കെ ദിവ്യകാരുണ്യ പ്രദർശനമില്ലേ നമുക്ക്, അതുപോലെ അതിലും വലിയ ആഘോഷമായിട്ടാണ്. അപ്പോൾ ചുറ്റും ആൾക്കാർ നിൽക്കുകയാണ്, 10,000-കണക്കിന് സ്ത്രീകളും കുട്ടികളും വലിയവരും ചേട്ടന്മാരും ചേച്ചിമാരും അപ്പാപ്പന്മാരും അമ്മാവന്മാരും എല്ലാവരും ഈ വഴിയുടെ 2 ഭാഗത്ത് നിൽക്കുകയാണ്. ആഘോഷമായിട്ട് ഈ പേടകം ഈ നാട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിന്നപ്പോൾ ഇഷ്ടംപോലെ 10,000-കണക്കിന് സ്ത്രീകൾ വഴിവക്കത്ത് നിന്നത് കാണാണ്. അപ്പോൾ അതിലൊരു സ്ത്രീയുടെ പേരാണ്, പെങ്കുച്ചിൻ്റെ പേരാണ്, ഒരു യൂത്ത് മകളാണ് മികാൽ, സാവൂളിൻ്റെ മകൾ മികാൽ. കണ്ടോ, കർത്താവിൻ്റെ പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിൻ്റെ മകൾ മികാൽ ജനലിലൂടെ നോക്കി ദാവീദ് രാജാവ് കർത്താവിൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം വെക്കുന്നത് കണ്ടോ. അവൾക്ക് നിന്ന തോന്നി, പരിഹാസം തോന്നി. ഈ രാജാവ് വസ്ത്രം പോലും ധരിക്കാതെ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ ഈ മികാല്, സാവൂളിൻ്റെ മകൾ മികാല് ദാവീദ് രാജാവിനെ പരിഹസിക്കുകയാണ്. പരിഹസിച്ചെന്നുണ്ടായി അതുകൂടി വായിക്കാം. സാവൂളിൻ്റെ മകൾ മികാൽ ഇറങ്ങിച്ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. കളിയാക്കാണ് കേട്ടോ രാജാവിനെ. തൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും സ്ത്രീകളുടെ മുമ്പാകെ ഒരു ആഭാസനെ പോലെ നിർലജ്ജം സ്വന്തം നഗ്നത പ്രദർശിപ്പിച്ചില്ലേ. ദാവീദ് മികാലിനോട് പറഞ്ഞു, നിൻ്റെ പിതാവും കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുമ്പാകെയാണ് ഞാൻ ഡാൻസ് ചെയ്തത്, നൃത്തം ചെയ്തത്. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതേ, കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിൻ്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അതിശയപാർഹനും നിന്ദിനുമായി തീരും. എന്നാൽ നീ പറഞ്ഞ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. അപമാനിക്കുകയല്ല ചെയ്യുക, അവരെന്നെ ബഹുമാനിക്കും. അവസാനത്തെ വാക്ക് എന്താണെന്നറിയോ? അവസാനിപ്പിക്കുകയാണ് ആ ഒരു പാരഗ്രാഫും അല്ലെങ്കിൽ ആ ഒരു അധ്യായം. സാവൂളിൻ്റെ മകൾ മികാൽ മരിക്കുന്നത് വരെ സന്താനരഹിതയായിരുന്നു. ഹല്ലേലൂയ. സന്താനമില്ലാത്ത ഹന്ന എന്നു പേരുള്ളൊരു മകള് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവൾക്കൊരു സന്താനത്തെ കൊടുക്കുകയാണ്, കുഞ്ഞിനെ കൊടുക്കുകയാണ്. എന്നാൽ സന്താനമുണ്ടാകാൻ യാതൊരു തടസ്സമില്ല, യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല, യാതൊരു കുഴപ്പമില്ല. യൂട്രസിന് കംപ്ലൈൻ്റ് ഇല്ല, ഒന്നിനൊരു കംപ്ലൈൻ്റ് ഇല്ല. എല്ലാ വിധത്തിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ട ആളായിരുന്നു മികാല്. എന്നാൽ അവൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച രാജാവിനെ കളിയാക്കിയപ്പോൾ, ദാവീദ് രാജാവിനെ കളിയാക്കിയപ്പോഴോ ദൈവം ഒരു ശിക്ഷ കൊടുത്തു. സ്തുതിപ്പിന് താല്പര്യമില്ലാത്ത, സ്തുതിപ്പിനെ കളിയാക്കുന്നവർക്ക് ദൈവം കൊടുത്തൊരു ശിക്ഷയാണ്, ഇനി നിനക്ക് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ഒരാൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ നേടിയെടുത്തു, വേറൊരാൾ സ്തുതിക്കാതെ കിട്ടേണ്ട കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തി. സാവൂളിൻ്റെ മകൾ മികാൽ മരിക്കണ വരെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അതിനുശേഷം അതിൻ്റെ അർത്ഥം എന്താ? മരിച്ചതിന് ശേഷം അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. അവൾ കുഞ്ഞുങ്ങളുണ്ടായില്ല എന്ന് മനസ്സിലായോ? ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്തിന്? സ്തുതിപ്പിനെ കളിയാക്കിയതിന്. മനസ്സിലായോ? അപ്പോൾ സ്തുതിപ്പിനെ കളിയാക്കിയവരൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. നമ്മുടെ അയൽപ്പക്കത്ത് അപ്പുറത്തൊക്കെ സ്തുതിക്കുമ്പേ ഊറിച്ചിരിച്ചവരും പരിഹസിച്ചവരും എന്തിട്ടിരിക്കുന്നു ഇങ്ങനെ തത്ത ഇങ്ങനെയൊക്കെ ഇയാൾ എന്തിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ വന്ന് കളിയാക്കിയവരുണ്ടോ? ചങ്ക് പൊട്ടി അനുദപിച്ചോ, നീ പരിശുദ്ധാത്മാവിനെയാണ് കളിയാക്കിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കളിയാക്കരുത് കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കളിയാക്കരുത്. ഇവിടുന്ന് വിളിച്ച് പറയുന്ന മെസ്സേജുകളെ കളിയാക്കുക. പിന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല ആ മേഖലയിൽ. മനസ്സിലായോ? ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ ഭയപ്പെട്ടോളോ കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി, ഈ സമയം നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. ഈ സമയം മാത്രമല്ല, ഇവിടുന്ന് പോയാലും നിങ്ങൾ സ്തുതിക്കണം. നമ്മുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്തുതിപ്പാണ്. അങ്ങനെ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. നെഹെമിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്. നെഹെമിയ പ്രവാചൻ്റെ പുസ്തകം 9-ാം അധ്യായം
നെഹെമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവനൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു, വട്ടം കൂടി സമ്മേളിച്ചു. അവർ ചാക്കെടുത്ത് തലയിൽ പൂഴി വെതറി ഉപവസിച്ചു. അവർ അന്യജനതയിൽ നിന്ന് വേർതിരിക്കുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു, കുമ്പസാരിച്ചു. കൂടാതെ ദിവസത്തിൻ്റെ 1/4 ഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം, അതായത് വിശുദ്ധഗ്രന്ഥം ബൈബിള് വായിക്കാൻ എഴുന്നേറ്റ് നിന്ന് വായിക്കാനും 1/4 ഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേൽ ജനം 1/4 ഭാഗം, ദിവസത്തിൻ്റെ 1/4 ഭാഗം എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചെലവഴിച്ചു. പിന്നീടുള്ളൊരു 1/4 ഭാഗം എന്തിനു വേണ്ടി ചെലവഴിച്ചത്? വചനം വായിക്കാൻ ചെലവഴിച്ചു. പിന്നീട് 1/4 ഭാഗം എന്തിനു വേണ്ടി ചെലവഴിച്ചത്? പാപങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി, കുമ്പസാരിക്കാൻ വേണ്ടി അവർ ചെലവഴിച്ചു. വീണ്ടും 5-ാമത്തെ വാക്യം. അനന്തരം ലേവ്യരായ, അതിൻ്റെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്, അടുത്ത് വായിക്കാം. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് കേട്ടോ. അവർ അതിൻ്റെ നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുകയാണ് ഇസ്രായേൽ ജനത്തോട്. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മളുള്ള ആഹ്വാനമാണ് കേട്ടോ. എഴുന്നേറ്റ് നിന്ന്, കണ്ടോ ആ വാക്ക് ശ്രദ്ധിക്കുക. ഇരുന്നുകൊണ്ടല്ല, എഴുന്നേറ്റ് നിന്ന്. ആസന്നനായ മരണനായ യാക്കോബ് വടി ഊന്നി നിന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിച്ചത്. അതുകൊണ്ട് പറയാണ്, എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 പറഞ്ഞ് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഷിയ റിയ റിയ റിയ. കണ്ണുകൾ അടച്ചുകൊണ്ടെന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശരി, നമ്മൾ കേട്ട വചനങ്ങൾ 30 മേനി 60 മേനി 100 മേനി ഫലപ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റാഫേൽ മാലാഖ കടന്നു വരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാലാഖമാർ കടന്നു വരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധരെ നമ്മളെ സഹായിക്കാൻ വേണ്ടി കടന്നു വരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ചു. ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല. വലതും ഇടതും മുന്നിലും എല്ലാവരെ സമയത്ത് ശ്രദ്ധിക്കുക. ജീവിതത്തിലെ സുഖത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. ജീവിത പങ്കാളിച്ചത്, മക്കളോട് മാതാപിതാക്കളോട് ചേർന്ന് ശ്രദ്ധിക്കുക. ഓരോ വാതിലൊന്ന് ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവളുടെ വീടുകളിൽ ഹല്ലേലൂയ മാറ്റുന്നത്, അവളുടെ വഴികളിൽ ഹല്ലേലൂയ മാറ്റുന്നത്, ഹല്ലേലൂയ മാറ്റുന്നവരുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശദ്രാക്ക് മെശാക്ക് അബേദ്നേഗോ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൈവദൂതൻ ആ തീച്ചുളയിലേക്ക് ഇറങ്ങി വെച്ചതുപോലെ ഇതാ റാഫേൽ മാലാഖ ഇറങ്ങി വരട്ടെ, ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വരട്ടെ, ദൂതന്മാർ മിഖായേൽ മാലാഖ ഇറങ്ങി വരട്ടെ, മാലാഖമാർ ഇറങ്ങി വരട്ടെ, വിശുദ്ധരുടെ സാന്നിധ്യം നിറയട്ടെ, പരിശുദ്ധ അമ്മ ഇറങ്ങി വരട്ടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മെ സഹായിക്കാൻ ഇറങ്ങി വരട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറിപ്പോട്ടെ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോട്ടെ, രോഗപീഠങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹനങ്ങളോട്ട് ശ്രദ്ധിക്കുക, തകർച്ചകളോട്ട് ശ്രദ്ധിക്കുക, അപമാനങ്ങൾ, നിന്ദനങ്ങൾ, പരിഹാസം, ഒറ്റപ്പെടുത്തൽ, വിട്ടുകളുടെ കല്യാണങ്ങൾ ശ്രദ്ധിക്കുക. സ്തുതിച്ചുകൊണ്ട് പിശാചിനെ പരിഹസിക്കുക. സ്തുതിച്ചുകൊണ്ട് പിശാചിനെ പരിഹസിക്കുക. സ്തുതിച്ച് പ്രാപിച്ചുകൊണ്ട് ശത്രുക്കളെ പരിഹസിക്കുക. അകലം കൊണ്ട് കോട്ട കെട്ടുക. ശത്രുവിനെതിരെ അകലം കൊണ്ട് കോട്ട കെട്ടുക. രക്തദാഹികൾക്കെതിരെ അകലങ്ങൾ കൊണ്ട് കോട്ട കെട്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളിച്ചോ 3 പ്രാവശ്യം യേശുവെന്ന് വിളിച്ച് യേശുവേ യേശുവേ